അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സമൂഹത്തിൽ കർത്താവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം ആരാലും അറിയപ്പെടാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന അനേക ദൈവമക്കൾ, കർത്തൃദാസിദാസന്മാർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലായിരിക്കുന്നുണ്ട്. അവരെ സമൂഹത്തിന് പരിചയപ്പെടുത്തുവാനും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവരുടെ സാക്ഷ്യം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കുന്നതായ ഈ ഉദ്യമത്തിൽ നിങ്ങളും പങ്കാളിത്തം വഹിക്കുന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ വിവരം ഞങ്ങളെ അറിയിക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസി സിസ്റ്റർ ജോയ്സ് ജോസ് ആണ്. തന്റെ ജീവിതാനുഭവം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ജോയ്സ് ജോസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയം ആരോമ ടി വിയിൽ ഒരു സാക്ഷ്യം പ്രസാദിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് എനിക്ക് ഒരുക്കി തന്ന നല്ല സൗഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമായി തീർന്ന പാസ്റ്റർ ദാനിയൽ ജോൺ അവറുകളോടും അതോടൊപ്പം കുടുംബത്തോടുമുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ആരോമ ടി വിയുടെ എല്ലാ പ്രവർത്തകരോടും എന്റെ സാക്ഷ്യത്തെ ശ്രവിക്കുന്ന ഓരോ മാന്യ പ്രേക്ഷകരോടും യേശുക്രിസ്തു നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്റെ പേര് ജോയിസ് ജോസ്, ഒഫീഷ്യൽ പേര് ലിസി എന്നാണ്. ഞാനിപ്പോ ജോയിൻ ചെയ്തിരിക്കുന്നത് എലിക്കുളം എന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ്. ഞാനിപ്പോ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവ് ശുശ്രൂഷകനാണ്. അതോടൊപ്പം ഭൗതികമായ ജോലിക്ക് കടന്നു പോകും. ഇങ്ങനെ കർത്താവിന്റെ വേലയുടെ മുഖത്ത് ഞങ്ങളായിരിക്കുന്നു. 2 മക്കളുണ്ട്. മൂത്ത മോൻ ജോയൽ മോന് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് കുടമാളൂരുള്ള കിംസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോളാണ് ജോത്സന മോൾ, ഹൈദരാബാദിലുള്ള കാമിനേനി ഹോസ്പിറ്റലിൽ BSc നഴ്സിംഗിന് വേണ്ടി എക്സ്പീരിയൻസിനായിട്ട് കയറിയിരിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. എൻ്റെ അച്ഛൻ 2019 മരിച്ചു. അമ്മയുണ്ട്. 3 സഹോദരങ്ങളുണ്ട്. മൂത്ത സഹോദരൻ തങ്കച്ചൻ, അവര് കുടുംബമായിട്ട് വിശ്വാസത്തിലായിരിക്കുന്നു. രണ്ടാമത്തെ സഹോദരൻ എൻ്റെ ഇളയ സഹോദരനാണ് സണ്ണി, അവനും കുടുംബസ്ഥനാണ്. അതുപോലെ വിശ്വാസത്തിലായിരിക്കുന്നു. ഇളയ സഹോദരിയാണ്, അദ്ദേഹം വിശ്വാസത്തിലായിരിക്കുന്നു, വിവാഹിതയാണ്. അദ്ദേഹം കുവൈറ്റിൽ ഇപ്പോൾ ഭൗതികമായ ജോലി ബന്ധത്തിലായിരിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാല് അച്ഛനും അമ്മയും 3 സഹോദരങ്ങളും അടങ്ങിയതാണ്. എൻ്റെ ബാല്യകാലത്ത് ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത്ര സമാധാനവും സന്തോഷവും ലഭിക്കുവാൻ ഇടയായി തീർന്നില്ല. ഞാനൊരു CSI ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവ് പള്ളി പോകാറില്ല. അതിനുശേഷം ഞങ്ങളെ വിടാറില്ല, അമ്മയെ വിടാറില്ല. എങ്കിലും അമ്മ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നന്നായി ഞാൻ പലപ്പോഴും എൻ്റെ കുഞ്ഞുനാൾ മുതൽ കണ്ടിട്ടുണ്ട്. പള്ളിയിലൊന്നും എൻ്റെ പിതാവ് അമ്മയെ വിടത്തില്ല, ഞങ്ങളെ വിടത്തില്ലായിരുന്നു. എന്നാൽ എനിക്കൊരു 14 വയസ്സായതിനു ശേഷമാണ് CSI പള്ളിയിലാണെങ്കിൽ ഞങ്ങൾ പോകാൻ ഇടയായി തീർന്നത്. ഞാനും എൻ്റെ സഹോദരങ്ങളും. എൻ്റെ മൂത്ത സഹോദരന് കുഞ്ഞുനാൾ മുതൽ അമ്മയുടെ ഭവനത്തിൽ നിന്നാണ് വളർന്നത്. അതുകൊണ്ട് അദ്ദേഹം വല്യപ്പനോടും വല്യമ്മയോടും കൂടെയാണ് വളർന്നതും പഠിച്ചതും വിവാഹനായതുമെല്ലാം. എന്നാൽ പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഞങ്ങൾ 3 മക്കളാണ്. അതിൽ മൂത്തതാണ് ഞാന്. അപ്പോൾ എൻ്റെ അച്ഛന് എന്നെ ഭയങ്കര ഇഷ്ടമൊക്കെയാ. പക്ഷെങ്കില് ഇഷ്ടമാണ്, പക്ഷെ കുടി കഴിഞ്ഞ് മദ്യപിച്ച് ലക്ക് കെട്ട് വരുമ്പോൾ എന്നെ മാത്രം
ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ പിതാവ് അത് അനുസരിക്കും. പക്ഷെങ്കിൽ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളെയും കാണാൻ വയ്യാത്തൊരു അനുഭവമായിരുന്നു. അതുപോലെ അവരെ ഉപദ്രവിക്കുമായിരുന്നു. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പിതാവ് മദ്യപിച്ച് വന്ന് എൻ്റെ വീട്ടുകാരോടും അച്ഛൻ്റെ പെങ്ങന്മാരെ, അമ്മയും, അതുപോലെ തന്നെ അയൽവക്കത്തുള്ളവരെ, ജ്യേഷ്ഠന്മാരെ എല്ലാവരെയും ചീത്ത വിളിക്കുക, അവരെ ഉപദ്രവിക്കുന്നൊക്കെ കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ എനിക്ക് എൻ്റെ ബാല്യകാലത്ത് മറക്കാനാവാത്തൊരു, എൻ്റെ പിതാവ് മദ്യപാനി ആണ് എങ്കിലും നമ്മുടെ പിതാവല്ലേ. അപ്പോൾ എൻ്റെ പിതാവിന് ഈ സഹോദരങ്ങളെല്ലാം, ഞങ്ങൾക്ക് അന്ന് എൻ്റെ കുഞ്ഞുനാളിൽ 20 സെന്റ് സ്ഥലമുണ്ട്. ആ സ്ഥലം നിറച്ച് കുരുമുളകാണ്. ആ കുരുമുളക് കയറ്റി വിട്ടിരിക്കുന്നത് വൃക്ഷം മുരിക്കാണ്. അപ്പൊ ആ മുരിക്കിന്റെ എരമ്പെല്ലാം വെട്ടി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒത്തിരി ഉണ്ട്. അച്ഛൻ തന്നെയാണ് വെട്ടിയത്. എന്നിട്ട് അന്ന് വൈകിട്ട് അച്ഛൻ കുടി കഴിഞ്ഞൊന്ന് മറ്റുള്ളവര് ചീത്ത വിളിച്ചപ്പോഴത്തേന് ഈ സഹോദരങ്ങളെല്ലാവരും വന്ന് എന്ത് ചെയ്തെന്ന് അറിയാമോ? അച്ഛനെ ആ മുരിക്കിനകത്തിട്ട് വലിക്കുന്ന ഒരു അനുഭവം എൻ്റെ കണ്ണിന് മുമ്പിൽ ഇപ്പോഴും എനിക്ക് കാണുവാൻ കഴിയുന്നു. അന്ന് എനിക്ക് 2 വയസ്സൊക്കെ ഉള്ളൂ. അന്ന് എനിക്ക് അതെന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് ഇപ്പോഴും എനിക്ക് മാഞ്ഞു പോകുന്നില്ല. എന്നാൽ എൻ്റെ പിതാവിന്റെ ഭാഗത്തുള്ള തെറ്റാണ് എങ്കിൽ പോലും നമ്മുടെ അച്ഛനല്ലേ, എനിക്ക് വല്ലാത്തൊരു വിഷമം അന്നും ഇന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മദ്യപാന്മാരായ അനേകരെ കാണുമ്പോൾ അവരെ ഇപ്പോൾ ഞാൻ അനേകരെ ഉപദേശിക്കുവാൻ തക്കവണ്ണം ഇടയായി തന്നിട്ടുണ്ട്. അനേക സഹോദരന്മാരെ ഉപദേശിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബാല്യകാലത്ത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതായ സമയത്ത് എൻ്റെ വല്യമ്മയുടെ ഒരു മരണം എനിക്ക് അതിപ്പോഴും ഓർക്കാൻ കഴിയുന്നു. എനിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് 5 വയസ്സുണ്ട്. എൻ്റെ വല്യമ്മച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വല്യമ്മച്ചിയാണ് എന്നെ സ്കൂളിൽ കൊണ്ട് 1ാം ക്ലാസ്സിൽ ചേർത്തത്. അപ്പോൾ ഈ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ പോയ സമയത്ത് എനിക്ക് 4 വയസ്സേ ഉള്ളൂ. അടുത്തുള്ളതായ സഹോദരനെ സ്കൂളിൽ ചേർക്കുമ്പോൾ എന്നെ കൂട്ടിന് കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ വല്യമ്മച്ചി കൂടുതലുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആത്മാർത്ഥമായ എന്നോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ടായിരിക്കാം, ഞാൻ 73-ലാണ് ജനിച്ചത്. എന്നാൽ അത് 71-ലേക്ക് മാറ്റി 2 വയസ്സോടെ കൂട്ടിയിട്ട് എന്നെ സ്കൂളിൽ ചേർക്കുവാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ വല്യമ്മച്ചി എന്നെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. അന്ന് 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ 4 വയസ്സാണ്. അപ്പോഴ് വീട്ടിൽ വന്നപ്പോ അച്ഛനോടും അമ്മയോടും ഇങ്ങനെ പറഞ്ഞു, വല്യമ്മച്ചി പറഞ്ഞു, കൊച്ചിനെ ഞാൻ ഇന്ന് കൊണ്ട് ചേർത്തു, അവക്ക് ഞാൻ 2 വയസ്സോടെ കൂട്ടിയിട്ടാണ് ചേർത്തത്. അന്നേരം അമ്മ അച്ഛനൊക്കെ പിന്നെ വല്യമ്മച്ചിയോട് കയർത്ത് പറയുന്ന കേട്ടു. അന്നേരം പറഞ്ഞു, എൻ്റെ കൊച്ച് റേഷനരി കഴിച്ച് വളർന്നോട്ടെ എന്ന് വിചാരിച്ചു. അന്നൊക്കെ 6 വയസ്സുണ്ടെങ്കിൽ 1 യൂണിറ്റ് അരി കിട്ടത്തുള്ളൂ, റേഷനരി കിട്ടത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ അവളെ അങ്ങനെ കൊണ്ട് ചേർത്തെന്ന് പറയാൻ ഇടയാ തീർന്നു. അങ്ങനെ എൻ്റെ വല്യമ്മച്ചി, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ സമയത്ത് വല്യമ്മച്ചി ഇങ്ങനെ ക്ഷീണിതയായിട്ട് രോഗിയായിട്ട് കിടപ്പിലായി. അപ്പോൾ ആ കാലങ്ങളിൽ ക്ലാസ് റൂം കുറവായത് കൊണ്ട് 1ാം ക്ലാസ്സുകാർക്ക് രാവിലെ, 2ാം ക്ലാസ്സുകാർക്ക് ഉച്ച കഴിഞ്ഞാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ 2ാം ക്ലാസ്സിലായതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് 12:30-ക്ക് ഉപ്പുമാവ് കഴിക്കണം. അപ്പൊ ഞങ്ങൾ 11:30 ആകുമ്പോൾ കൂട്ടുകാരുമായിട്ട് സ്കൂളിൽ നിന്ന് പോകും, വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ ഇതിന് മുമ്പ് അമ്മ രാവിലെ ടാപ്പിങ്ങിന് പോകും, അച്ഛൻ എന്നും രാവിലെ പോയി പണിക്കാന്നും പറഞ്ഞ് പോകും. പക്ഷെങ്കിൽ പ്രയോജനമൊന്നുമില്ല. രാത്രിയാകുമ്പോൾ മദ്യപിച്ച് വന്ന് വഴക്കുണ്ടാക്കുന്ന ആ ഒരു പ്രയോജനമല്ലാതെ മറ്റ് പ്രയോജനമൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അമ്മയാണ് വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ അമ്മ ജോലിക്ക് പോകും. അപ്പൊ ഞങ്ങള് ഉറക്കമായിരിക്കും. ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറയും, വല്യമ്മച്ചിക്ക് കഞ്ഞി കൊടുത്തിട്ടേ പോകണമെന്ന്. അപ്പൊ അന്നൊക്കെ ഉണക്കപ്പയുണ്ട്. അമ്മ ഉണക്കപ്പ വേവിച്ച് വെച്ചിട്ട് പോകും, പിന്നെ കഞ്ഞി അടുപ്പത്തിട്ടിട്ട് പോകും. അപ്പൊ ഞാൻ ഈ 11:30 ആകുമ്പോൾ അതുവഴി ഒരു ബസ് പോകും. ആ ബസ്സിന്റെ സമയമാണ് എൻ്റെ സമയം, വല്യമ്മച്ചിക്ക് കഞ്ഞി കൊടുക്കുന്ന സമയം. ആ സമയത്ത് ഞാൻ വല്യമ്മച്ചിക്ക് എന്നും കൊണ്ട് കഞ്ഞി കൊടുക്കുമായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു ദിവസം എനിക്ക് കഞ്ഞി കൊടുക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ ഞങ്ങൾ 4 മണി വിട്ട് വീട്ടിൽ വന്നപ്പോൾ ഈ വല്യമ്മച്ചി ഭയങ്കര വേദന കൊണ്ട് പൊളയുന്നത് കാണുവാനിടയായി തീർന്നു. അങ്ങനെ എനിക്കങ്ങ് വല്ലാത്ത സങ്കടമായി. എൻ്റെ വല്യമ്മച്ചിക്ക് ഞാനിന്ന് കഞ്ഞി കൊടുത്തില്ലല്ലോ, അതുകൊണ്ടാണ് വല്യമ്മച്ചിക്ക് ഇങ്ങനെ അസുഖം ഉണ്ടായെന്നുള്ള ചിന്ത എന്നെ ഭരിച്ചു. അപ്പോഴത്തേന് വല്യമ്മച്ചി 5:30
ഒക്കെ ആയപ്പോഴത്തേന് എന്റെ പിതാവ് എങ്ങനെയോ അറിഞ്ഞ് വീട്ടിൽ വന്ന് വല്യമ്മച്ചിയെ 5:30-6 മണി ആയതോടുകൂടി കൊടുങ്ങൂർ ഒരു ഹോസ്പിറ്റലുണ്ട്, സാഹിബിന്റെ ഹോസ്പിറ്റൽ എന്ന് പറയാം, ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ വഴിക്ക് തന്നെ വല്യമ്മച്ചി മരിച്ചു. പിന്നെ ആശുപത്രി കയറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ടെല്ലാം പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും നടത്തി 8 മണി ആയപ്പോഴത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന്. അപ്പോഴത്തേന് ഞാനും എന്റെ അമ്മയും സഹോദരങ്ങളും ഇങ്ങനെ, ഇവര് അന്നൊക്കെ ജീപ്പിനാ കൊണ്ടുവന്നത്. റോഡിൽ ഇങ്ങനെ ഇരിക്കുക, ഇവര് വരുന്നത് നോക്കി വഴി കാത്തിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മേ വല്യമ്മച്ചിയുടെ ശവം കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ അമ്മ വഴക്ക് പറഞ്ഞു. പക്ഷെ ശവമെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഞാൻ അന്ന് വരെ ഡെഡ് ബോഡി കണ്ടിട്ടേ ഇല്ല. ആ സമയം വരെ എന്റെ ഡെഡ് ബോഡി ആദ്യമായിട്ട് കാണുന്ന എന്റെ വല്യമ്മച്ചിയുടെയാണ്. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, അങ്ങനെയല്ല, വല്യമ്മച്ചിയുടെ അസുഖം എല്ലാം കുറഞ്ഞ് വീട്ടിൽ കൊണ്ടുവരുന്നാന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിൽ വന്നു, വീട്ടിനകത്ത് കയറ്റി കിടത്തി. ആ സമയത്തൊക്കെ ഞങ്ങള് പുറത്ത് നിൽക്കുക, കിടത്തി എല്ലാം കഴിഞ്ഞ് ഞങ്ങള് അകത്തോട്ട് എന്റെ അമ്മ ഞങ്ങളെ കൂട്ടി ചെന്നപ്പോ ഞാൻ ചെന്ന് വല്യമ്മച്ചിയെ നോക്കുന്നത് തലയുടെ മുകളിൽ നിന്നോണ്ട്. അപ്പൊ ഈ വല്യമ്മച്ചിക്ക് നല്ല പൊക്കമുണ്ട്, ഒരുമാതിരി വെളുത്തതാണ്, പിന്നെ മൂക്കൊക്കെ ഒത്തിരി നീണ്ട മൂക്കായിരുന്നു വല്യമ്മച്ചിയുടെ. അപ്പൊ ഞാൻ മുകളിൽ നിന്ന് നോക്കിയപ്പോ ഭയങ്കര വിരൂപമായ ഒരവസ്ഥയാണ്. പെട്ടെന്ന് ഞാൻ പേടിച്ച് കാറി. രാത്രി ആയപ്പോഴേക്കും അവിടെ കൂരിരുട്ട. അന്നൊക്കെ ലൈറ്റൊന്നും അങ്ങനെ ഇല്ല, എല്ലായിടത്തും മണ്ണെണ്ണ വിളക്കാണ്. അത് പറമ്പിൽ കൂടെ എല്ലാം ഓടി എല്ലാവരും കൂടി വന്ന് എന്നെ പിടിച്ചു കൊണ്ടുവന്ന് ഒരു റൂമിലിരുത്തി. ആ ഒരവസ്ഥയൊക്കെ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്റെ പിതാവിന്റെ ഒരു രസകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല്, എവിടെ ചെന്നാലും മദ്യപിച്ച് ഷാപ്പിലിരിക്കുമ്പോൾ അവിടെ വെച്ച് എന്ത് കച്ചവടം ചെയ്യുന്നോ അത് കച്ചവടമായിരിക്കും. അങ്ങനെയാണ് എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ച സ്ഥലത്ത് നിന്ന് വിറ്റ് ഞങ്ങള് വേറൊരു സ്ഥലത്തേക്ക് 20 സെന്റ് സ്ഥലം വിറ്റേച്ച് 15 സെന്റ് സ്ഥലം ഷാപ്പിൽ വെച്ചുള്ള ഉടമ്പടി പ്രകാരം അച്ഛൻ പോയി വാങ്ങി. അവിടെ ചെന്ന് ഞാൻ അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ അവിടെ 2 വർഷം താമസിച്ചു. അവിടെ ഞങ്ങൾ 2 വർഷം താമസിച്ച് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ പോയി. എന്റെ അമ്മ അന്നൊക്കെ കപ്പ പൊളിക്കാൻ പോവായിരുന്നു. കപ്പ പൊളിക്കാൻ പോയി. അച്ഛൻ രാവിലെ തന്നെ പോയിരുന്നു, അപ്പോൾ ജോലിക്ക് പോയി. ഞങ്ങൾ സ്കൂള് വിട്ട് വന്ന് 5 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങള് അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മ കപ്പ പൊളിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഞങ്ങൾ വീട്ടിൽ വന്ന് പുസ്തകമെല്ലാം വെച്ച് വീട്ടിൽ വന്നപ്പോഴത്തേന് വീടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കില് അമ്മയുടെ അടുത്ത് തിരിച്ച് പോയിട്ട് ഞങ്ങൾ അമ്മയായിട്ട് തിരിച്ചു വരുമ്പോ വീടില്ല, താമസിച്ച വീടില്ല. അപ്പോ ഞങ്ങള് അങ്ങ് അമ്പരന്ന് പോയി. അപ്പൊ അടുത്തുള്ളവര് പറഞ്ഞു, അച്ഛൻ കുടി കഴിഞ്ഞിട്ട് വന്ന് വീട് പൊളിച്ചോണ്ട് പോകുന്ന കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെ വീട് പൊളിച്ചോണ്ട് പോകുന്നല്ല ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോ അച്ഛൻ ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞു, പെട്ടെന്ന് മേളിൽ പാണ്ടിലോറി കൊണ്ട് നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, വീടൊക്കെ കൊണ്ട് ലോറിയെ കയറ്റിന്ന് പറഞ്ഞു. അപ്പൊ ഈ അന്നത്തൊക്കെ ഓലപ്പരയാണല്ലോ, ഈ വാനവായം വരെ എന്ന് പറയും. ഈ 2 സൈഡിലെ മറ പോലത്തെ ആ സൈഡ് 2ഉം കൂടെ ഈ ലോറിയെ കൊണ്ട് കയറ്റി വെച്ചിരിക്കുക. അപ്പോഴത്തേന് ബാക്കി ഉണ്ടായിരുന്ന ഡ്രസ്സുകളെല്ലാം എടുത്ത്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പെറുക്കി ഞങ്ങള് വണ്ടിയെ കയറ്റി. അങ്ങനെ ആദ്യമായിട്ട് നാഷണൽ പെർമനന്റ് ലോറിയെ കയറുവാനിടയെ തീർന്നു. അങ്ങനെ ഞങ്ങള് മൂന്നാമത് അച്ഛൻ അന്ന് ഷാപ്പിലിരുന്ന് കുടിച്ചോണ്ടിരുന്ന സമയത്ത് 2 പേര്, അച്ഛനും വേറൊരാളും കൂടി ഈ സ്ഥലം കച്ചവടമായി. പെട്ടെന്ന് 15 സെന്റ് വിട്ടേച്ച് 8 സെന്റ് എന്ന് മേടിച്ചു ആ മൂന്നാമത്തെ സ്ഥലത്ത്. അവിടെ ചെന്ന് 8-9 ആയി ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ. അപ്പൊ ആദ്യം താമസിച്ചതും രണ്ടാമത് താമസിച്ചതിന്റെ മധ്യത്തിലാണ് ഇപ്പൊ മേടിച്ചിരിക്കുന്ന സ്ഥലം. അവിടെ ചെന്ന് ഞങ്ങള് താമസിക്കും. 8-9 മണിയായി. അപ്പോൾ ഞങ്ങൾ അച്ഛന് ഈ മറ അല്ലെങ്കിൽ ഈ വീടും കണ്ട് അച്ഛൻ കയറി ചെന്ന് അവിടെ വലിയ കയാലയുണ്ട്. ആ കയാലെ ചാരി വെച്ച് അവിടെ ഒരാഴ്ചയോളം ഞങ്ങൾ അവിടെ കിടന്ന്. പിന്നെ അവിടെ പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ ഒരു വീട് ശരിയാക്കി അവിടെ താമസിച്ച്. അങ്ങനെ എൻ്റെ പിതാവ് ഒത്തിരി ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, അതുപോലെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് ഷാപ്പിൽ കൊടുത്തിട്ട്, കൊട വരെയും അച്ഛൻ്റെ വാച്ച് വരെ ഷാപ്പിൽ വെച്ചിട്ട് അച്ഛൻ മദ്യപിക്കുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാല് വീട്ടിലേക്ക് ഒരു നന്മയും കൊണ്ടുവരില്ല. അന്ന് അച്ഛന്റെ ജോലി എന്ന് പറഞ്ഞാൽ നല്ല വരുമാനമുള്ള ജോലിയാണ്. തെങ്ങിന് മരുന്നടിക്കുക, ഏത് തെങ്ങും കേടായാലും അതിന് മരുന്നടിച്ചിട്ട്
അച്ഛൻ മരുന്ന് ഉണ്ടാക്കി മരുന്നടിച്ച് ഞങ്ങൾക്ക് കേടുപാടുകളും മാറ്റുന്ന ഒരു ജോലിയായിരുന്നു. അപ്പോൾ ആ കാലങ്ങളിൽ അച്ഛൻ ഒത്തിരി ജോലി കിട്ടുമായിരുന്നു. അന്ന് നമ്മുടെ ഗൗരിയമ്മയാണ് കൃഷി വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ച് ഓർഡറെല്ലാം വാങ്ങിച്ച് അങ്ങനെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അച്ഛന് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ആ കാലങ്ങളിൽ ഒരു 5000 രൂപ വരെ ഉണ്ടാക്കാം ആ ജോലിക്കാരെ വെച്ച് ചെയ്താല്. അങ്ങനെ വരെയും ജോലി ചെയ്ത് അതുപോലെ പണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ പിതാവ്. എന്നാല് ഒന്നിനും ഉപകാരപ്പെട്ടില്ല. അച്ഛന്റെ മദ്യപാനം. അച്ഛൻ ഇങ്ങനെ പൊങ്ങച്ചമുള്ള ഒരാളാണ്. കാരണം അച്ഛനെ എന്തെങ്കിലും എല്ലാരും ഒന്ന് കളിയൊക്കെ വിളിക്കുക, ജോർജ് സാറേ ജോർജ് എന്നാ പേര്. അപ്പൊ ജോർജ് സാറേ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോഴത്തേന് അച്ഛൻ പൊങ്ങും. എന്നിടത്തേന് അവർക്ക് കയ്യിലുള്ളത് മൊത്തം കൊടുക്കും, എന്ത് വേണേലും അവർക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു അച്ഛൻ്റെത്. അതാണ് എന്റെ ബാല്യകാലം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങള് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലങ്ങളിൽ 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ എന്നെ വിവാഹം ചെയ്യുന്നത് വരെ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ കാലയളവില് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പട്ടിണി, ഭയങ്കര പട്ടിണി. മാതാവ് എന്തെങ്കിലും ജോലി ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് ആഹാരം കഴിക്കാം. പലപ്പോഴും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ആഹാരം കഴിക്കാതെയാണ് സ്കൂളിൽ പോകുന്നത്. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അനുഭവം, ഒന്നും കഴിക്കാതെയാണ് സ്കൂളിൽ പോകുന്നത്. അന്നൊക്കെ നമുക്ക് 10ന് ക്ലാസ് ആരംഭിക്കുന്നെങ്കിൽ 9ന് 10ാം ക്ലാസ്സിന് തുടങ്ങും, 1:30 അങ്ങനെ 5:30 വരെ അങ്ങനെയൊക്കെയാണ് 10ാം ക്ലാസ്സിലെ ക്ലാസ് ടൈമുകൾ. അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാതെ പോകും. ഉച്ചയ്ക്ക് ചോറുപൊതി കൊണ്ടുപോകാനില്ലാഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരും. അപ്പൊ ഞങ്ങളുടെ അവിടുന്ന് ഒരു അരമണിക്കൂറെങ്കിലും നടന്ന് പോകേണ്ട ഒരു ദൂരമുണ്ട് സ്കൂളുമായിട്ട്. അപ്പോ അവിടുന്ന് ഉച്ചയ്ക്ക് സ്കൂള് വിടുമ്പോഴേ ഓടും 10 മിനിറ്റ് കൊണ്ട് വീട്ടിൽ വരും. പിന്നെ 10 മിനിറ്റ് അങ്ങോട്ടോടെ, അങ്ങനെ 20 മിനിറ്റ്. 1:30 ആകുമ്പോ അവിടെ ക്ലാസ് തുടങ്ങും. ഈ ഓടി വീട്ടിൽ വരുമ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് കുടയില്ല, നനഞ്ഞൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ കൂട്ടുകാരുടെ കുടയൊക്കെ വാങ്ങി അങ്ങനെയൊക്കെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓടി വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ഉണക്കുകപ്പ അടുപ്പയിലായിരിക്കും, അത് വാടി വരത്തേ ഉള്ളൂ, അത് കഴിച്ചിട്ട് ഓടും. അതുപോലെ തന്നെ അരിയാണെങ്കിൽ ചിലപ്പോൾ ഇട്ടതേ ഉള്ളായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലാണ് സ്കൂളിൽ പോകാനൊക്കെ ഇടയായി തീർന്നത്. അങ്ങനെ എൻ്റെ ഇളയ അനിയന് പട്ടിണിയും കൊണ്ട് പഠിത്തം നിർത്തി. 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. അപ്പോഴവന് നിർത്തിയപ്പോ അച്ഛൻ അവനെ വഴക്ക് പറഞ്ഞു, സ്കൂളിൽ പൊക്കോണം, എല്ലാരും പഠിച്ചോണം, പക്ഷെ എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും എൻ്റെ പിതാവിനെ അറിയണ്ട. അങ്ങനെ 2ാം പ്രാവശ്യം അവനെ കൊണ്ട് സ്കൂളിൽ ചേർക്കാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലങ്ങള് എന്ന് പറഞ്ഞാല്. +2ന് പഠിക്കുന്ന സമയത്തും 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് ഒന്നും ഒരു ദിവസം പോലും വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല. എന്നും വീട്ടിലെ മാതാവിനെ തല്ലുകയും ചീത്ത വിളിക്കുക, അതുപോലെ ഞങ്ങളെ വീട്ടിൽ കിടത്തി ഉറക്കുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിൽ പിതാവ് ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ പഠിക്കാറുള്ളത്. അങ്ങനെ മണ്ണെണ്ണ വിളക്ക് തലച്ചോട്ടി ഇങ്ങനെ കിടക്കുന്നോടത്തിരുന്നാണ് പഠിക്കുന്നത്. അപ്പോ ആ മണ്ണെണ്ണ ദൈവമാണ് അന്നൊക്കെ ഈ വിളക്ക് കെടുത്തിയെന്ന് ഞാൻ ഇപ്പോ വിചാരിക്കുക. കാരണം നേരം വെളുക്കുമ്പോഴത്തേന് ഈ വിളക്കിലെ മണ്ണെണ്ണ മുഴുവനും എൻ്റെ തലയിലായിരിക്കും. വിളക്ക് കെടും, പക്ഷെങ്കില് വിളക്ക് ചരിഞ്ഞിട്ട് മണ്ണെണ്ണ മുഴുവനും എൻ്റെ തലയില് ആണ്. അന്നൊക്കെ സോപ്പിനൊക്കെ വല്ലാത്ത ഒരു ദുരിതം നിറഞ്ഞ കാലഘട്ടമാണ്. സോപ്പൊന്നും ഇല്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചെങ്കിലും 10ാം ക്ലാസ്സിൽ ചെറിയ മാർക്കോടെ എന്ന് പറഞ്ഞാൽ പാസ് മാർക്കോടെയാണ് പാസ്സാകാൻ ഇടയായി തീർന്നത്. അതുപോലെ തന്നെ +2ന് ഡിഗ്രി പഠിക്കുന്ന കാലത്ത് എനിക്ക് യൂണിഫോം ആണെങ്കിലും കോളേജിലൊക്കെ പോകുമ്പം കുട്ടികളൊക്കെ അനേകം പുതിയ യൂണിഫോം ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോ കൊതിക്കുകയാണ്. അങ്ങനെ ആ കാലയളവില് +2ന് ഞാൻ 3rd ഗ്രൂപ്പാണ് അന്ന് എടുത്തത്. പക്ഷെങ്കില് അന്ന് എനിക്ക് എല്ലാ വിഷയത്തിനും ജയിച്ചു, പക്ഷെങ്കില് ഇംഗ്ലീഷിന് മാത്രം തോറ്റുപോയി. അതുകൊണ്ട് പാസ്സാകാൻ ഇടയായി തീർന്നില്ല. പിന്നെ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എൻ്റെ പിതാവ് എന്നെ വിടുകയില്ല. പഠിക്കാൻ വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ അമ്മ വീട്ടുകാർ എന്നെ കൊണ്ടുപോയി ഹിന്ദി വിദ്വാന് വിട്ടു. അവിടെ ചെന്ന 3 വർഷത്തെ കോഴ്സ് അത്. ആ 3 വർഷത്തെ കോഴ്സില് 1.5 വർഷം പോയപ്പോഴത്തേന് എൻ്റെ പിതാവ് അവിടെ ചെന്ന് അവരെയും വഴക്ക് പിടിച്ച് എന്നെ വിടാതായി. അങ്ങനെ ഞാൻ പഠിത്തം നിർത്തി വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭം
ഈ സന്ദർഭത്തിലാണ് ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത്. 1992 ഫെബ്രുവരി മാസം 28-ാം തീയതി 9 മണിക്കാണ് എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ എനിക്കിടയായി തീർന്നത്. ഞാനത് രക്ഷിക്കപ്പെടാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇങ്ങനെ നിത്യതയുണ്ടെന്നോ സ്വർഗമുണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ രക്ഷിക്കപ്പെടാൻ ഇടയായി തീർന്നത് എൻ്റെ പിതാവിൽ നിന്ന് ഒരു മോചനം അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടണം. ഞാൻ രക്ഷിക്കപ്പെട്ടാൽ എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടായിരുന്നു. അങ്ങനെ സമാധാനം, പിതാവിൽ നിന്ന് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു പെന്തക്കോസ്തുകാര് താമസിക്കാൻ വന്നു. അപ്പൊ അവര് വന്ന കാലങ്ങളിലൊക്കെ ഞങ്ങള് ഒത്തിരി അവര് പരിഹസിക്കുകയും അവരുടെ സ്തോത്രം സൂത്രം എന്നെല്ലാം പറഞ്ഞ് ഒത്തിരി അവരെ പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും അവരുടെ വീട്ടിലെ സമാധാനവും അവരൊന്നിച്ചുള്ള ഭക്ഷണവും അവരൈക്യതയോടെയുള്ളതായ സംസാരങ്ങള് എല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, വർഷങ്ങൾ അന്നിപ്പോ കഴിഞ്ഞു, ഞാൻ വിചാരിച്ചു രക്ഷിക്കപ്പെട്ടാല് പെന്തക്കോസിൽ പോയാല് ഇതുപോലെയൊക്കെ ആകാം, എന്റെയും കുടുംബം ഇതുപോലെ ആകാം എന്ന് കരുതി. അങ്ങനെ ഞാൻ CSIയില് ഞങ്ങള് കൊയറിലൊക്കെ, എനിക്ക് പാട്ടങ്ങനെ അറിയില്ലെങ്കിലും കൊയറിൽ അംഗമായിരുന്നു. ആ സന്ദർഭങ്ങളിലാണ് ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. ഞാൻ അന്ന് രക്ഷിക്കപ്പെടുമ്പോ എനിക്ക് 18 വയസ്സുണ്ട്. അപ്പൊ ഈ ഹിന്ദി വിദ്വാന് പോകുന്ന സമയത്താണ്. അങ്ങനെ ഞാന് രക്ഷിക്കപ്പെട്ടു. കർത്താവിന് വേണ്ടി അവിടെ ചെന്ന് ഒരു മാങ്ങാനത്തുനിന്ന് ഒരു ദേവദാസനാണ്, അവിടെ മുക്കാലി എന്ന സ്ഥലത്ത് കൺവെൻഷൻ നടക്കും. ആ സ്ഥലത്ത് ഈ മാങ്ങാനത്തു നിന്ന് വരുന്ന ഒരു ദേവദാസനാണ് പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അന്ന് രാത്രിയിൽ ഈ ദേവദാസൻ പറഞ്ഞു, ഇന്ന് രാത്രി ഹൃദയം കൊടുക്കാൻ മനസ്സുള്ളവർ, ദൈവത്തിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ മനസ്സുള്ളവര് കരം പൊക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ കരം ഇങ്ങനെ, ഞാൻ പോലും അറിഞ്ഞില്ല, എൻ്റെ കരം ഇങ്ങനെ തന്നെ പൊങ്ങുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, കരം പൊക്കിയവരെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അയ്യോ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വലിയ പൊല്ലാപ്പായല്ലോ, എല്ലാരും കാണുമല്ലോ, പൊക്കണ്ടായിരുന്നു ഇങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ ദൈവനാമത്തിലാണല്ലോ എന്ന് വിചാരിച്ച്, ദൈവം എന്നെ ശിക്ഷിക്കൂലോ എന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേറ്റ് നിന്നു. അതിനുശേഷം ദേവദാസൻ പറയാ, എഴുന്നേറ്റ് നിന്നവരല്ല ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ ഫ്രണ്ടിലേക്ക് ചെന്നു. ആ ദേവദാസൻ എൻ്റെ മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചു. തിരിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് എനിക്ക് എൻ്റെ ഉള്ളില് ഒരു സ്വസ്ഥതയില്ല. ഞാൻ വിചാരിച്ചു, കർത്താവെ, രക്ഷിക്കപ്പെട്ടാല്, അല്ലെങ്കിൽ പെന്തക്കോസിൽ പോയില്ല, രക്ഷിക്കപ്പെട്ടാല് സമാധാനം ഉണ്ടാകുന്നാണല്ലോ എല്ലാരും പറയുന്നത്. എന്നിട്ട് എൻ്റെ മനസ്സ് കിടന്ന് എന്താ ഇങ്ങനെ പെടയുന്നത്, ഒരു സമാധാനം ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിൽ വന്നു. അപ്പോഴെന്റെ പിതാവ് മദ്യപിച്ച് ബഹളം എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങുവാണ്. ആ സമയത്ത് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് നിന്നെ കുറിച്ച് അറിയത്തില്ല, നീ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, കർത്താവുണ്ട്, ദൈവമുണ്ട്, യേശു ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, എനിക്ക് അറിയില്ല. അതുകൊണ്ട് എല്ലാവരും പറയുന്ന പെന്തക്കോസ്തിൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടാല് സമാധാനം ഉണ്ടാകും എന്ന് പറയുന്നു. പക്ഷെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലല്ലോ കർത്താവേ, അതെന്താണ്, നീ എന്റെ ക്ഷമിച്ചില്ലെന്ന് ഇങ്ങനെ ഞാൻ ദൈവത്തോട് അന്നത്തെ ഭാഷയില് അറിയാവുന്ന പോലെ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മയുടെ അനീതി ഒരാള് പെന്തക്കോസ്തിലെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആ കൂട്ടായ്മയിൽ നിൽക്കുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ പെന്തക്കോസ്തിൽ പോയ ആള്. എൻ്റെ അമ്മയുടെ കുടുംബത്തിലും അച്ഛന്റെ കുടുംബത്തിൽ എന്ന് പറയാനായിട്ട് ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അല്ല, എനിക്ക് വിശ്വാസികളുടെ ഒരു കുടുംബ മഹിമ എന്ന് പറയാൻ എൻ്റെ ജീവിതത്തില് കുടുംബ പാരമ്പര്യം ഇല്ല. അപ്പൊ ഈ കൊച്ചമ്മ എനിക്ക് ഞങ്ങൾക്ക് തന്നതായി ഒരു വേദപുസ്തകം വർഷങ്ങൾക്ക് മുമ്പ് തന്നതാ. അത് പൊടിയും പിടിച്ച് ഇങ്ങനെ ഒരു വീടിന്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുക. അതെവിടെ പോയാലും കൊണ്ടുപോകും, പക്ഷെങ്കിൽ അത് സൂക്ഷിക്കുമോ, അത് വീണ് എവിടെയെങ്കിലും കിടന്ന് അവിടെ കിടക്കും, പൊടി പിടിച്ചാൽ അവിടെ കിടക്കും, അങ്ങനെ തൂത്ത് ഉടച്ചു വെക്കുന്ന, അങ്ങനെ എടുക്കുന്ന ഒരു ഇതില്ല. അങ്ങനെ വന്ന് ഞാൻ അന്നാണ് ആദ്യം ആ വേദപുസ്തകം എടുക്കുന്നത്. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഈ വേദപുസ്തകം തുറക്കുക. അപ്പോൾ തുറക്കുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് അത് ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച്, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വേദപുസ്തകം തുറന്നപ്പോൾ യെശയ്യാപ്രവചനം 38-ാം അധ്യായം 17-ാം വാക്യമാണ് കിട്ടിയത്. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായി ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും എൻ്റെ പിറകിൻ കീഴിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹത്തോടെ നാശക്കുഴിയിൽ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് ആ വാക്യം കിട്ടി. ആദ്യം എനിക്ക് ആ വാക്യം അത്ര മനസ്സിലായില്ല. എന്നാ പിന്നെയും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ പല പ്രാവശ്യം ഞാൻ ഈ വാക്യം എടുത്ത് വായിച്ചു.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ കർത്താവ് എന്റെ ഇതുവരെ ഞാൻ ചെയ്തു പോയ പാപം എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ എന്നെ സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. അവൻ എന്റെ സകല പാപങ്ങൾക്കും പരിഹാരമായിട്ട് കർത്താവ് കാൽവറി യാഗമായി തീർന്നത് എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് ഈ വാക്യം വായിച്ച് പല പ്രാവശ്യം വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഒരു സമാധാനമായത്, സന്തോഷമായത്. കർത്താവിന്റെ പാപത്തെ ക്ഷമിച്ച് ഇന്നു മുതൽ ഞാൻ ദൈവത്തിന്റെ പൈതലാണ് എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ രക്ഷിക്കപ്പെട്ടു പിറ്റേ ദിവസമായി എനിക്ക് പെന്തക്കോസിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പിതാവിനെ പേടിച്ചിട്ട് എനിക്ക് പെന്തക്കോസിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങള് ഒരു ദിവസം ഈ സഭയിൽ പോകാറുണ്ടായിരുന്നു ഞാൻ. അപ്പോ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം ചെന്നപ്പോഴത്തേന് അവരെല്ലാം സഭക്കാരെല്ലാം പള്ളിക്കാരെല്ലാം അറിഞ്ഞു ലിസി രക്ഷിക്കപ്പെട്ടു. അല്ലെ എന്റെ വീട്ടിലെല്ലാരും വിളിക്കുന്ന ലിസിന്നാ. ലിസി രക്ഷിക്കപ്പെട്ടു, അവരിനി പെന്തക്കോസിൽ പോകും എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നപ്പോ അവിടുത്തെ ഉപദേശം എന്നെ വഴക്ക് പറഞ്ഞ്, എന്തിനാ രക്ഷിക്കപ്പെട്ടത്, എന്തിനാ പെന്തക്കോസുകാരുടെ കൂടെ പോകുന്നത്, ഇവിടെ നല്ലതല്ലേ എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉദ്ദേശി ഇവിടെ സത്യം ഒന്നും പറയുന്നില്ല, ഇവിടെ വേദപുസ്തകത്തിലുള്ള കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടല്ലേ നിങ്ങൾ സംസാരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അതെ ശരിയാണ് ലിസി, പക്ഷെങ്കില് അങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ നമ്മുടെ സഭയിൽ പള്ളിയിൽ നിൽക്കാൻ ആള് കാണത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉപജീവനം കഴിക്കണ്ടേ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉദ്ദേശി എനിക്ക് ദൈവം അവസരം ഒരുക്കി തന്നാൽ ഞാൻ പെന്തക്കോസിലും പോകും, ഞാൻ സ്നാനപ്പെടുകയും ചെയ്യും. എന്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ എന്റെ പള്ളിക്കാരോ എന്നെ പുറത്താക്കിയാലും വേണ്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാന് ആ ഒരാഴ്ച ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒരു ദിവസം എന്റെ പിതാവ് മദ്യപിച്ചിട്ട് വന്ന് ഭയങ്കര വഴക്ക്, ഒരിക്കലും ഇല്ലാത്ത ഭയങ്കര വഴക്ക്. അപ്പൊ ആ ഇടയ്ക്കെല്ലാം ഞാൻ വേദപുസ്തകമൊക്കെ വായിക്കും. അപ്പോഴത്തേന് പിതാവ് വഴക്ക് പിടിച്ച് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇവിടെ ആരും നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ അമ്മയും ഞങ്ങളെ 3 പേരും കൂടെ അമ്മ വിളിച്ചുകൊണ്ടുവന്ന് പറമ്പിൽ പോയിരിക്കുക. അപ്പോഴ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ 2 സൈഡിലും കയാല് കെട്ടിട്ട് ഇങ്ങനെ ഇടവഴി എന്ന് പറയാ, അന്നേ കാലത്ത്, ഇപ്പൊ ആ വഴികളൊന്നും ഇല്ല. ആ വഴിയില് ഒരു കയാലിൽ വഴിയിലോട്ട് ഇറങ്ങിയത് എന്റെ മുട്ടി ചെന്ന് രാത്രിയായി ചെന്ന് വേറൊരു കല്ലിനിട്ട് ഇടിച്ച് ഭയങ്കരമായി മുറിവുണ്ടായി, ചോരയെല്ലാം വന്ന് ഇന്നും ആ മുറിവ് നല്ല പാടായിട്ട് കിടപ്പുണ്ട്. അതൊക്കെ കാണുമ്പോ അന്നത്തെ ആ രക്ഷയുടെ അനുഭവം മറക്കാൻ പറ്റുന്നില്ല. അപ്പോ അങ്ങനെ ഞങ്ങള് അന്ന് രാത്രി മുഴുവനും പറമ്പിലിരുന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് ഞങ്ങള് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ചെന്നു. പിതാവ് അപ്പ സമയത്ത് ഉറക്കും. ആ സമയത്ത് ഞങ്ങള് പോയി ഡ്രസ്സെല്ലാം എടുത്ത് ഒരുങ്ങി അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ചെന്നു. അമ്മയുടെ അനിയത്തിയുടെ അവിടെ ചെന്ന് പറഞ്ഞു, പിതാവ് ഇതുപോലെ വഴക്കാണ്, ഞങ്ങളെ ഇറക്കി വിട്ടു, അതുകൊണ്ട് ഞങ്ങളും നിങ്ങളുടെ പള്ളിയിലോട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ അനിയത്തി പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പൊ 3 ദിവസത്തെ ഉപവാസം നടക്കുകയാണ്, അതുകൊണ്ട് വരാൻ പറഞ്ഞു. അന്ന് വൈകിട്ട് ഞങ്ങളെയും കൂട്ടി, അന്ന് പകല് ഞങ്ങളെയും കൂട്ടി ഈ മാതാവ് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോഴേ ഞങ്ങൾ അവിടുത്തെ ഉപദേശിയോട് കാര്യം പറഞ്ഞു. ഉപദേശി, ഞാൻ രക്ഷിക്കപ്പെട്ടു, എന്റെ പിതാവ് ഭയങ്കര കുടിയാണ്, ഞങ്ങൾക്ക് ഒരു സമാധാനവും തരത്തില്ല, കഴിഞ്ഞ ദിവസം ഇന്നലെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഉടനെ ആ ഉപദേശി അവിടെ ഉപവാസം 3-ാമത്തെ ദിവസം ഉപവാസം തീരുന്ന ദിവസമാണ് ഞങ്ങൾ ചെന്നത്. അപ്പൊ ആ ഉപദേശി പെട്ടെന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ അവിടുത്തെ ദൈവമക്കളോട് പറഞ്ഞ് നമുക്ക് ഇവർക്ക് വേണ്ടി 3 ദിവസം കൂടി ഉപവാസം ഇരിക്കാമെന്നും പറഞ്ഞ് ആഹ്വാനം ചെയ്ത് എല്ലാവരും ആ സഭക്കാർ മൊത്തം വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉപവാസം ഇരിക്കുക. അന്ന് 3-ാമത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ 3 ദിവസത്തെ ഉപവാസം ഞങ്ങൾക്ക് വേണ്ടി ഇരിക്കുക. അപ്പോഴ് ഈ 1-ാമത്തെ ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം ആയപ്പോഴത്തേന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് വലിയൊരു ഹോളാ. ആ ഹോളിൽ കൂടെ ആത്മാവിന്റെ ശക്തിയോടെ എനിക്ക് ഓടിപ്പാഞ്ഞ് നടക്കാനായിട്ട് ദൈവം എന്നെ ആത്മാവിൽ ബലപ്പെടുത്തി. ആ സമയത്ത് എനിക്ക് ദൈവം ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് തരുക. ദർശനം എനിക്ക് അറിയത്തില്ല, വെളിപ്പാട് അറിയത്തില്ല, ഇതൊന്നും അറിയത്തില്ല, അന്യഭാഷ അറിയത്തില്ല, ഒന്നും അറിയില്ല. ഞാൻ ആത്മാവിൽ നിറഞ്ഞ് ഒരു കാഴ്ച കാണുവാണ്. വലിയൊരു പന്തല്, ഭയങ്കര പന്തല്, വെള്ള വസ്ത്രങ്ങൾ, വെള്ള മാത്രമേ ഉള്ളൂ അവിടെ, ആ വലിയ പന്തല്. അപ്പൊ ഞാൻ വെളിയിൽ നിന്ന് ഈ പന്തല് കാണുന്നു. ഞാൻ വിചാരിക്കും, ഞാൻ എന്നിട്ട് പറഞ്ഞു, ഇതെന്താ കല്യാണ പന്തലാണല്ലോ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പക്ഷെങ്കില് ഈ കുറെ കഴിഞ്ഞപ്പോഴത്തേനും
ഈ പന്തലിന്റെ നടുക്ക് ഒരു കസേര ഇട്ടിട്ട് ആ കസേരയുടെ ഒരു സൈഡ് ചേർന്ന് ഒരു വെള്ള വസ്ത്രധാരിയായ ഒരു പുരുഷൻ വന്നിരിക്കുക. ഞാൻ നോക്കി നിൽക്കുമ്പോ വേറെ ആരുമില്ല, ഞാനും ഈ പന്തലിനകത്തിരിക്കുന്ന ഈ മണവാളന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അതെന്തിനാ മണവാളൻ അങ്ങനെ ഇരിക്കുന്നത്? നല്ലായിട്ട് ഇരിക്കുക, കസേര മൊത്തത്തിൽ നല്ലായിട്ട് ഇരിക്കത്തില്ലേ, ഓരം ചേർന്നിരിക്കണ്ടല്ലോ. അപ്പൊ അതാ മണവാട്ടി ഞാനായിരിക്കും എന്ന് ഞാൻ പറയുക. ഉടനെ അങ്ങനെ ആ കാഴ്ച ഞാൻ കണ്ടു. പിറ്റേ ദിവസം ഞാൻ അവിടുത്തെ ദേവദാസിമാരോട് ഇപ്രകാരം പറഞ്ഞു, ഇന്നപോലെ ഒരു എന്താണെന്ന് അറിയത്തില്ല, സ്വപ്നമാണോ എന്നതാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പൊ പറഞ്ഞു, മോളെ, നീ ദൈവത്തിന് വേണ്ടിയുള്ള കുഞ്ഞാണ്, നീ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള കുഞ്ഞാണ്, അതുകൊണ്ട് നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അന്ന് സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിന് ഏത് വിധത്തിൽ കൂടി, ഏത് കഷ്ടതയിൽ കൂടി, പ്രയാസത്തിൽ കൂടി കടത്തിവിട്ടാലും എൻ്റെ ദൈവത്തിന്റെ വേല ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ആ സമയത്ത് ഞാൻ തീരുമാനം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ പെന്തക്കോസ്തിൽ വന്ന് മൂന്നാമത്തെ ദിവസം എൻ്റെ പിതാവ് ഇങ്ങനെ, മൂന്നാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ ഇങ്ങനെ കാണുകയാണ്, എൻ്റെ പിതാവിന്റെ ചെരുപ്പും കാൽപാദമൊക്കെയാ. പക്ഷെങ്കില് ഇങ്ങനെ പിതാവ് ഓടി വരികയാണ്. ഓടി വന്നിട്ട് ഞങ്ങളുടെ ഫെയ്ത്തോമിന്റെ മുകൾവശത്തായിട്ട്, മുകളിൽ കൂടെയാണ് റോഡ് പോകുന്നത്. ആ റോഡിൽ വന്ന് ഈ ഫെയ്ത്തോമിന്റെ നേരെ വന്ന് ഒറ്റ നിപ്പാ. പെട്ടെന്ന് പിതാവ് അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അപ്പോ പിറ്റേ ദിവസം ഞങ്ങള് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേന് പിതാവും അവിടെ വന്നു ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഇന്നലെ തല്ലാനും നിങ്ങളുടെ ഉപദേശിക്കിട്ട് തല്ലു തരാനും നിങ്ങളുടെ ദൈവമക്കളെ ചീത്ത വിളിക്കാനുമാണ് ഞാൻ ഇന്നലെ അവിടെ റോഡിന്റെ അവിടെ വരെ വന്നപ്പോഴത്തേക്ക് എന്നെ ആരോ പിടിച്ച് പുറകോട്ട് വലിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ഞാൻ തീരുമാനിച്ചു, ഇനി അടുത്ത ദിവസം ആകട്ടെ എന്ന് കരുതി ഞാൻ പുറകോട്ട് വന്നിട്ട് അവിടെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ കിടന്ന് ഉറങ്ങിയിട്ട് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെയാണ് അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേന് വീട്ടിൽ വരുവാൻ ഇടയാത്തുന്നത്. അങ്ങനെ ആ ആഴ്ച പിതാവ് ഞങ്ങളോടൊപ്പം പള്ളിയിൽ വന്നു. പക്ഷെങ്കില് ഒരു 6 മാസം ആ പള്ളിയിൽ അന്ന് വന്ന് തീരുമാനമെടുത്ത് വിശ്വാസത്തിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന പൈസ എല്ലാം വീട്ടിൽ കൊണ്ടുവരും. നല്ല സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. പിന്നെയും 6 മാസം കഴിഞ്ഞ് പിന്മാറിപ്പോയി. അങ്ങനെയായിരുന്നു. അപ്പോഴും ഞാനിങ്ങനെ ഒരു ദിവസം പിതാവ് പിന്മാറി പോയി കഴിഞ്ഞു ഞാൻ ദിവസവും ഞാൻ വേദപുസ്തകം വായിക്കുമായിരുന്നു. അതെല്ലാം എൻ്റെ വീട് ചെറുതായതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വേദപുസ്തകം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം എൻ്റെ പിതാവ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അച്ഛൻ എന്നോട് ദേഷ്യം വന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, പിതാവ് മദ്യപിച്ച് ലഹരി കെട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് ഈ ഒരു 5 ലിറ്റർ മണ്ണെണ്ണ കൊള്ളുന്ന ഒരു പാട്ടയുണ്ടായിരുന്നു. ആ പാട്ടയ്ക്കകത്ത് മണ്ണെണ്ണ മേടിച്ചുകൊണ്ട്, അന്ന് പകല് മണ്ണെണ്ണ മേടിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചിരിക്കുക, വെച്ചതേ ഉള്ളൂ. റേഷൻ കടയ്ക്ക് അമ്മ പോയിട്ട് വന്ന് അന്നാണ് പിതാവ് മദ്യപിച്ചിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനും എൻ്റെ അമ്മയുള്ളൂ, എൻ്റെ അനിയനും അനിയത്തി അമ്മ വീട്ടിൽ പോയിരിക്കുക, ഞാൻ വേദപുസ്തകം വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പിതാവ് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ വലത് കൈക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് പൊക്കി എടുത്തിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ചെവിട്ട് 2 ചെവിടിനിട്ട് മടിച്ച്, എന്നിട്ട് അപ്പോഴത്തേനും ഞാൻ താഴെ വീണു. അപ്പൊ എൻ്റെ അമ്മ ഓടി വന്ന് അമ്മയ്ക്കിട്ട് തൊഴിയും ചവിട്ടും എല്ലാം കൊടുത്ത് അമ്മയെ മാറ്റി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അവിടുന്ന് എൻ്റെ പിതാവ് എന്നെ പിന്നെയും വലിച്ചു പൊക്കിയിട്ട് എന്നോട് പറഞ്ഞു, നീ ഇനി ഈ മണ്ണെണ്ണപ്പാട്ടയുടെ അടപ്പ് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ എൻ്റെ തലയ്ക്ക് മീതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ, കൈ തീപ്പെട്ടിയുണ്ട്, ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. അപ്പോഴത്തേന് എന്നോട് പറഞ്ഞു, നീ ഇന്ന് തീരുമാനം എടുക്കണം, ഇനി പെന്തക്കോസ്തിൽ പോകത്തില്ല, നീ ഒരുത്തി കാരണം കൊണ്ട് എൻ്റെ കുടുംബം വെളുത്തു, എൻ്റെ കുടുംബത്തിന് നാറ്റപ്പേരായി, അതുകൊണ്ട് ഈ കുടുംബത്തിന് നാറ്റപ്പേരായിട്ട് നീ ജീവിക്കണ്ട എന്നും പറഞ്ഞ് എൻ്റെ പിതാവ് എന്നെ മണ്ണെണ്ണ ഒഴിക്കാൻ ഒരുങ്ങി. പെട്ടെന്ന് പിതാവ് ഇങ്ങനെ ഒഴിക്കാനിരിക്കും, പിതാവിന്റെ കൈക്ക് ആരോ പിടിച്ചിങ്ങനെ പെട്ടെന്ന് വലിച്ചു മാറ്റി. അന്നേരം പിതാവ് പറയാം, ഇനി ഇന്നത്തേന് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, എൻ്റെ അച്ഛാ ഞങ്ങൾ വിളിക്കുന്നത്, എൻ്റെ അച്ഛാൻ എന്നെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു,
അച്ഛൻ ഏത് വിധത്തിൽ എന്നെ കൊന്നു, പക്ഷെ ഞാൻ എൻ്റെ യേശുവിന്റെ സന്നിധിയിൽ നിന്ന് യേശുവിനെ വിട്ട് പെന്തക്കോസ്ത് വിട്ട് ഞാൻ ഒരു കാലത്തും മാറിപ്പോകത്തില്ല എന്ന് എൻ്റെ പിതാവിനോട് ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പിന്നെ എൻ്റെ പിതാവ് എന്നെ വീട്ടിൽ കയറ്റത്തില്ലായിരുന്നു, വീട്ടിൽ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു മാസത്തോളം ഞാൻ പറമ്പിലും ഈ അവിടെ ഞങ്ങളുടെ വീടിനടുത്ത് പാറയൊക്കെ ഉണ്ട്, ആ പാറയുടെ അടിയിലൊക്കെ കിടന്നിങ്ങനെ ഉറങ്ങിയ സന്ദർഭങ്ങൾ ഒത്തിരി ഉണ്ട്. എൻ്റെ അമ്മ എനിക്ക് അവിടെ കൊണ്ട് ഭക്ഷണം തരുന്നതും വെള്ളം തരുന്നതും എല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരനുഭവം ഉണ്ടാകാൻ ഇടയായി തീർന്നത്. അതിനുശേഷം ഞങ്ങള് രക്ഷിക്കപ്പെട്ട് കുറച്ച് നാളുകൂടി ഞാൻ പെന്തക്കോസ്തിൽ 3 വർഷത്തോളം പോയി. അതിനുശേഷം പിന്നെ അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും, ഞാൻ ഒറ്റയ്ക്ക് വേണം. അപ്പോഴ് എനിക്ക് അന്ന് ഒരു ലജ്ജയില്ല. എൻ്റെ കർത്താവിന്റെ വേദപുസ്തകമായിട്ട് ടൗൺ വഴിയൊക്കെ ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ലജ്ജ കൂടാതെ എൻ്റെ കർത്താവിനെ എനിക്ക് അവിടെയൊക്കെ ഉയർത്തുവാൻ ഇടയായിരുന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ ഞാൻ വേറൊരു സഭയില് WME എന്ന് പറയുന്ന സഭയിൽ ചേർന്ന് നിൽക്കുമ്പോൾ 6 മാസം അവിടെ ചേർന്ന് നിൽക്കുമ്പോഴത്തേന് എനിക്ക് വിവാഹം വന്നു. ഇങ്ങനെ വിവാഹം നടത്തണമെന്നോ വിവാഹം ചെയ്യണമെന്നോ ഒരു താല്പര്യം എൻ്റെ പിതാവിനും ഇല്ല, അമ്മയ്ക്കും ഉണ്ട്, എങ്കിലും അമ്മയെ കൊണ്ട് അതിന് പറ്റുന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് എനിക്ക് വിവാഹാലോചന വരുന്നത്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. 1997 ഡിസംബർ മാസത്തില് എൻ്റെ പ്രിയമുള്ളവൻ എന്നെ വന്ന് കണ്ടു. അതിനു മുമ്പ് എനിക്ക് 2 ചെറുക്കന്മാർ എന്നെ വന്ന് കണ്ടെങ്കിലും അവർ രണ്ടും ഉറപ്പിച്ചു. അപ്പൊ ആദ്യത്തെ ഉറപ്പിച്ചതിന് 50,000 രൂപ അന്ന് കൊടുക്കണമായിരുന്നു. ഞങ്ങളുടെ പക്ക സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു 6 മാസത്തിന് കഴിയുമ്പോ ഞങ്ങൾ ആ പൈസ ഉണ്ടാക്കി തരാം, അന്നേരം നടത്താന്ന് പറഞ്ഞു. അവർ 6 മാസം എഗ്രിമെന്റ് ചെയ്ത് അവര് 6 മാസത്തിന് അത് കാത്തിരിക്കുക. അത് കഴിഞ്ഞ് വേറൊരു ചെറുക്കൻ വന്നു. ആ ചെറുക്കനും കണ്ട് ഇഷ്ടപ്പെട്ടു, എല്ലാം ഉറപ്പിച്ചു. ഞങ്ങൾ അങ്ങോട്ട് പോയി ഉറപ്പിച്ചു. ഇങ്ങോട്ട് ഉറപ്പിക്കാൻ വരുന്നതായ സമയത്ത് ഈ തലേദിവസം ഈ ചെറുക്കന് ആ ചെറുക്കൻ സ്നേഹിച്ചിരുന്ന പെണ്ണുമായിട്ട് ഒളിച്ചോടുവാനിടയായി തീർന്നു. അങ്ങനെ ആ കല്യാണവും മാറിപ്പോയി. അങ്ങനെ പിന്നെ വരുന്ന കല്യാണമാണ് 3ാമത്തെ. ഇപ്പൊ എൻ്റെ പ്രിയമുള്ളവന് ബൈബിൾ കോളേജിൽ പഠിച്ച് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് പിറ്റേ ആഴ്ചയില് എന്നെ എന്നെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം ഉറപ്പിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ ഒരു സാമ്പത്തികം എന്ന് പറയാൻ കല്യാണത്തിന് വേണ്ടി ഒന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. കിട്ടുന്ന പൈസ പിന്നെ ഷാപ്പിൽ കൊണ്ട് കരുതുന്നല്ലാതെ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതിയിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വിവാഹം നടന്നു. 8 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ആ 8 സെന്റ് സ്ഥലത്തിൽ നിന്ന് 4 സെന്റ് കൊടുത്തിട്ട് എൻ്റെ വിവാഹം നടത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അത്ഭുതകരമായ ഒരു വിവാഹമായിരുന്നു എൻ്റേത്. കാരണം എനിക്ക് 10 പൈസയ്ക്ക് നിർവാഹമില്ല. എനിക്ക് ആവശ്യമുള്ളതായ എല്ലാ കല്യാണ ഡ്രസ്സ് മുതൽ മറ്റ് 4ാം വിരുന്നിന് പോകാന്, അങ്ങനെ മറ്റ് വീട്ടില് ഇടാന് ഒക്കെയുള്ളതായ ഡ്രസ്സുകൾ ആ സമയത്ത് എനിക്ക് തലേദിവസം വരെ എനിക്ക് കിട്ടിയില്ല. ആ സമയത്ത് എനിക്ക് ലഭിക്കാൻ ഇടയായി തീർന്നു. കെട്ടിന്റെ അന്ന് ഇങ്ങോട്ട് വരുന്നതായ സമയത്ത് എനിക്ക് ചെരുപ്പില്ലാതെ ഭാരപ്പെട്ടു. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസമായപ്പോഴത്തേന് ആ സമയം ഞങ്ങൾ 9:30 പറഞ്ഞത്. 9 മണിയായപ്പോ എനിക്ക് 2 ജോഡി ചെരുപ്പ് ദൈവം കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒത്തിരി അനുഭവം. ആ സമയത്ത് ഒത്തിരി നിരാശയുണ്ട്. കാരണം എൻ്റെ പിതാവ് എൻ്റെ സഹോദരനെ ഒട്ടും കാണത്തില്ലായിരുന്നു. അത്ര വൈരാഗ്യമായിരുന്നു ആ സഹോദരനോട്. മദ്യപിച്ചിട്ട് വന്ന ശത്രുവാണ് മകന്. 3ാമത്തെ മകൻ ശത്രുവാണ്. അപ്പൊ അങ്ങനെ വഴക്ക് പിടിച്ച് എൻ്റെ എൻഗേജ്മെന്റിന് ശേഷം അവൻ ആദ്യം വിവാഹം കഴിച്ചു, സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അതുകൊണ്ട് അവൻ ആദ്യം കഴിച്ചു. അങ്ങനെ എൻ്റെ പിതാവിന് ആ സഹോദരിയും കുടുംബത്തെ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ അവനോട് ഭയങ്കരമായിട്ട് വഴക്കായിരുന്നു. അപ്പൊ എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൻ പിന്നെ സഹോദരന്റെ സഹോദരിയുടെ ഭവനത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വിവാഹത്തിന് അവൻ വരാൻ പിതാവ് അനുവദിച്ചില്ല. അങ്ങനെ എൻ്റെ മൂത്ത സഹോദരനാണെങ്കിൽ ആന്ധ്രാപ്രദേശത്ത് പഠിപ്പിക്കാൻ പോയിരിക്കുക, ക്ലാസ് ടീച്ചറായിട്ട് ആന്ധ്രാപ്രദേശിലാണ്. അപ്പൊ എൻ്റെ കല്യാണ സമയത്ത് എൻ്റെ സഹോദരങ്ങൾ 2 പേരില്ല, എൻ്റെ സഹോദരി ഉള്ളു. അപ്പോൾ വലിയ നിരാശ എൻ്റെ ജീവിതത്തിലുണ്ടായി. ആ സമയത്ത് ഇവിടെ കെട്ടിന്റെ സമയത്ത് വന്നത് എങ്ങനെയാണെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അത്രമാത്രം ആ സമയത്ത് എല്ലാവരും
കല്യാണ സമയത്ത് പൗഡർ ഇടും, പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യും. പക്ഷെ ഞാനന്ന് കണ്ണാടി പോലും നോക്കിയിട്ടില്ലെന്നുള്ളതാ. അത്ര ദൈവം ആ സമയത്ത് എനിക്ക് ഭയങ്കര വേദനാജനകമായ ഒരു അവസ്ഥയായിരുന്നു. എങ്കില് ഇവിടെ എന്നെ കെട്ടു സ്ഥലത്ത് വന്നു ചെറുക്കൻ്റെ കൈ പിടിച്ചു കൊടുത്തു. ആ സമയത്തൊക്കെ വളരെ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ സഹോദരങ്ങളില്ലാത്ത ഒരു വിവാഹമാണല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എങ്കിലും എൻ്റെ പ്രിയമുള്ളവന്റെ കയ്യില് എന്നെ പിടിച്ചു കൊടുത്ത നാൾ മുതൽ ഇന്ന് വരെയും എനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് ദൈവസന്നിധി പൊഴിക്കുന്ന കണ്ണുനീരല്ലാതെ ഒരു കണ്ണുനീര് എൻ്റെ കണ്ണിൽ നിന്ന് പോകാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. എൻ്റെ വീട്ടിൽ എന്തുമാത്രം ഞാൻ വേദനയും കഷ്ടതയും ദുരിതങ്ങളും അനുഭവിച്ചോ അതിന്റെ 100 ഇരട്ടിയായിട്ട് ദൈവം എനിക്ക് എൻ്റെ കുടുംബത്തില് എൻ്റെ പ്രിയമുള്ളവന്റെ പക്കൽ നിന്ന് എനിക്ക് ലഭിക്കുവാൻ ഇടയായി തീരുന്നുണ്ട്. ആമേൻ. ഇന്ന് വരെയും ആമേൻ. സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. 98 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. 99 ആയപ്പോഴേക്ക് ആഗസ്റ്റ് മാസം ആയപ്പോ ഞങ്ങളുടെ മൂത്ത മകൻ ജനിച്ചു. അതിനുശേഷം അവൻ ജനിച്ച് ഞങ്ങൾ ആ സമയത്ത് വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ആഴ്ച ഞങ്ങളുടെ ഇന്ത്യ ഫിലദൽഫിയ സുവിശേഷ ദൈവസഭയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന എം പി മത്തായി അപ്പച്ചന്, അല്ലെങ്കിൽ എം പി മത്തായി എന്ന് പറയുന്ന അപ്പച്ചനെ ഞങ്ങളെ വിളിച്ച് കർത്താവിന്റെ വേല ശുശ്രൂഷ ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോഴ് ഇവൻ ജനിച്ചു കഴിഞ്ഞ് ദൈവം അത്ഭുതകരമായിട്ട് ദൈവം അവിടെയും ഞങ്ങളെ പരിപാലിപ്പാൻ ഇടയായി തീർന്നു. ആ കുഞ്ഞ് ജനിക്കാതെ പോകേണ്ടതായിരുന്നു. പക്ഷെ ദൈവം അവിടെ അവനെ കണ്ടതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ആ ദൈവത്തിന്റെ വലിയ കരുതലാണ്. അന്ന് 99 മൂത്ത വയതിൽ ജനിച്ചു. അതിനുശേഷം ഞങ്ങള് ഇവിടെ നിന്ന് ആതിരപ്പള്ളി എന്ന സ്ഥലത്തേക്ക് കർത്താവിന്റെ വേലയ്ക്ക് പോയി. ഞങ്ങൾക്ക് കൂടുതലും പരസ്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ പരസ്യോഗം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആതിരപ്പള്ളി എന്ന സ്ഥലത്ത് പോയി. അപ്പോൾ ഞങ്ങൾ ഫിലദൽഫിയ സഭയില് ശുശ്രൂഷയിലാണ്. പക്ഷെ ഞങ്ങൾ അവിടെ രാജിക്കത്ത് എഴുതി വെച്ചിട്ടാണ് ഞങ്ങള് ആതിരപ്പള്ളി എന്ന സ്ഥലത്തേക്ക് പോയത്. അവിടെ പോകുന്ന സമയത്ത് പൈതന് 7 മാസം പ്രായമേ ഉള്ളൂ. അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് കൊച്ചിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. ആ ശ്വാസം മുട്ടല് ഭയങ്കര ശ്വാസം മുട്ടല്. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ വിദഗ്ധനായ ഡോക്ടർ, ചാലക്കുടി ഹോസ്പിറ്റലിലെ ഡോക്ടർ, ഗവൺമെന്റ് ഹോസ്പിറ്റല്, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടിക്ക് 18 വയസ്സ് വരെയും ഈ ശ്വാസം മുട്ടൽ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഈ ശ്വാസം മുട്ടൽ കുറയത്തില്ല. പിന്നെ 18 വയസ്സ് വരെ ശ്വാസം മുട്ടൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഞങ്ങള് ആ ഹോസ്പിറ്റലിൽ 10 ദിവസം അഡ്മിറ്റ് ആക്കിയിട്ട് 10 ദിവസത്തെ ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 10ാമത്തെ ദിവസം ഞങ്ങള് ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങള് താമസിക്കുന്നത് ആ സമയത്ത് ഒരു ഓർഫനേജ് ആണ്. ആ ഓർഫനേജിലേക്ക് ഞങ്ങള് വരുമ്പോൾ അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുക. അപ്പോൾ ഞങ്ങൾ അറിയത്തില്ല, കേൾക്കത്തില്ല, ഒരു പരിചയമില്ലാത്തൊരു ദേവദാസൻ അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ കുഞ്ഞുമായിട്ട് ഇങ്ങനെ കേറി വരുമ്പോഴത്തേന് ഈ ദേവദാസൻ ഇങ്ങനെ ആലോചന പറയാ, ഈ ശ്വാസം മുട്ടനാൽ ഭാരപ്പെട്ട കുഞ്ഞിനെ ദൈവം ഒന്ന് സൗഖ്യമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവനെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേല ചെയ്ത് അവൻ സാക്ഷീകരിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുക. അപ്പോഴത്തേന് അത് ഞാനാണ് കർത്താവെ, ഞാനാണ് എൻ്റെ കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിൽ ഞാൻ വരുന്ന വഴിയാണല്ലോ കർത്താവ് എന്ന് അറിഞ്ഞ് എന്നോട് സംസാരിച്ചല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന് സന്നിധിയിൽ താണ് ദൈവത്തോട് തീരുമാനങ്ങൾ എടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് കൊന്നക്കുഴി ആതിരപ്പള്ളി എന്ന സ്ഥലത്ത് ഞങ്ങള് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുക. എല്ലായിടത്തും അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഏരിയയാണ്. എല്ലാ വീട്ടിലും അമ്പലങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ഏരിയയാണ്. ക്രിസ്ത്യാനികൾ വളരെ കുറവുള്ള ഒരു ഏരിയയാണ്. വനം പ്രദേശങ്ങളാണ്. അപ്പൊ അവിടെ പോയി കർത്താവിന്റെ വേല ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2000 എൻ്റെ മോള് ജനിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ അവൾ ഡിസംബറിലാണ് ജനിച്ചത്. അപ്പൊ മൂത്തയാൾക്ക് 1.25 വയസ്സേ ഉള്ളൂ. അവിടെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകൾ അകലെ എല്ലാം വനപ്രദേശമായതുകൊണ്ട് എല്ലാം അകലെയാണ് വീടുകളൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് സമയവും ഡേറ്റും ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് അമ്മമാരോടൊക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്നും 1 മാസം വന്നിക്കും, അത് കഴിഞ്ഞ
ജോസ്റ്റാന്റെ വീട്ടിൽ നിന്ന് ഒരു മാസം വന്ന് നിൽക്കുക. അങ്ങനെ മാറി മാറി ഇവര് വന്ന് നിൽക്കുക. അങ്ങനെ നിന്ന് പ്രസവ സമയം ആയപ്പോഴത്തേന് ആരുമില്ലെന്നായി. അപ്പോഴത്തേന് ഞാൻ ദൈവത്തോട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഇവിടെ എന്തേലും അനുഭവങ്ങൾ ഉണ്ടായി, പ്രസവത്തിനുള്ള ഇത് അനുഭവങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യും? ഒരു ടാക്സി വിളിക്കണമെങ്കിൽ 15 കിലോമീറ്റർ അകലെ ദൂരെ പോകണം. അതുപോലെ തന്നെ രാത്രി കാലങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പ്രിയമുള്ളവന് പോകാൻ പറ്റത്തില്ല, എൻ്റെ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റത്തില്ല, കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവനൊന്ന് 1.25 വയസ്സേ ഉള്ളൂ. അപ്പോ ഇങ്ങനെയെല്ലാം ഞങ്ങൾ ഭാരപ്പെട്ടു. എന്നാലും ഈ സമയങ്ങളിൽ ഞങ്ങള് ഈ പ്രസവത്തിന്റെ അന്ന് സമയം വരെയും കർത്താവിന്റെ വേല ചെയ്യും. അനേക കുടുംബങ്ങൾ, അനേക ഭവനങ്ങൾ കയറി ഇറങ്ങി ദൈവത്തിന്റെ വേല ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രസവത്തിന്റെ അന്ന് സമയത്ത് ഒരമ്മച്ചി ഇങ്ങനെ പറഞ്ഞ് ജോസ്റ്റാനോട് പറഞ്ഞു, എന്റെ മോനെ, ഈ കുഞ്ഞിനെ കൊണ്ട് നീ ഇങ്ങനെ നടക്കണ്ടായിരുന്നു, നീ തന്നെ വന്നാ മതിയായിരുന്നല്ലോ. ഈ ഇത്രയും ക്ഷീണമുള്ള കുഞ്ഞിനെ കൊണ്ടാണോ അവക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, കാലിനൊക്കെ നല്ല നീരാണല്ലോ, ഈ കുഞ്ഞിനെ കൊണ്ടാണോ നീ നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, ഞങ്ങൾ തന്നെയല്ല, ഞങ്ങളോടൊപ്പം കർത്താവുണ്ട്, ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല, ദൈവമാണ് ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്നത്. ആ ദൈവം അമ്മച്ചിയൊക്കെ നടത്താൻ ശക്തനാ. അതുകൊണ്ട് അമ്മച്ചിയൊക്കെ ഈ വിഗ്രഹങ്ങളെ വിട്ട് ദൈവസന്നിധി വരണം, യേശുവിനെ അറിയണം, യേശു ആരാണെന്ന് അറിയാമോ എന്നെല്ലാം അമ്മച്ചിയോട് ചോദിപ്പാനിടയെ തീർന്നു. അന്ന് പിറ്റേ ദിവസം പ്രഭാതത്തിലാണ് എനിക്ക് പ്രസവേദന ഉണ്ടാകാനിടയെ തീർന്നത്. ഇതിനോടിടയ്ക്ക് ഞങ്ങള് 2000 ജോയൽ മോനെ ജോസ്റ്റാൻ എടുക്കണം, ഞാൻ പൂർണ്ണ ഗർഭിണിയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 15 കിലോമീറ്റർ അകലെയായിട്ട് ഒരു പരസ്യയോഗവും ഫിലിം ഷോ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോ ഞങ്ങൾക്ക് അവിടേക്ക് പോകണം. അന്നൊക്കെ പൈസയൊന്നുമില്ല, പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഓരോ വീടുകൾ കയറി ഇറങ്ങി പോകുന്നത്. അപ്പൊ തലേദിവസം വെച്ചതായ ചക്കപ്പുഴുക്ക് പിറ്റേ ദിവസം ഒരു അല്പമുണ്ട്, അത് പൊതിഞ്ഞു കെട്ടി ഞങ്ങൾ കൊണ്ടുപോയി ഒരു കുപ്പി വെള്ളവുമായിട്ട് ഞങ്ങൾ പോവുക. 15 കിലോമീറ്റർ പോകണമെന്ന് വെക്കണം. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും തീർന്നു, ചക്കപ്പുഴുക്കും തീർന്നു. അപ്പോ ഞങ്ങളിങ്ങനെ വിശന്ന് ദാഹിച്ച് ഇങ്ങനെ പോകുമ്പോൾ കുറേ കരിമ്പാണെന്ന് വിചാരിച്ച് ഞങ്ങള് അത് ഒടിച്ച് അതിന്റെ നീരിങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു പിതാവ് ഈ പുല്ല് ചെത്തിക്കൊണ്ട് വരുന്നത് കണ്ടു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഇത് കരിമ്പാണോ ചോദിച്ചു. അല്ല, ഇത് പശുവിന് കൊടുക്കുന്ന പുല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ആ പുല്ലിന്റെ വെള്ളം കുടിച്ച് ഞങ്ങൾ പിന്നെയും നടന്ന് സന്ധ്യ ആയപ്പോഴത്തേന് ഞങ്ങൾ അവിടെ ചെല്ലുവാനിടയായി തീർന്നു. ആ സമയങ്ങളിലും എൻ്റെ കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ തക്കണം ദൈവം സഹായിച്ചു. ഇതെല്ലാം ദൈവത്തിന്റെ കരുണ. ദൈവത്തിന് ഞങ്ങളെ കുറിച്ചൊരു പ്ലാനും പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങള് വീടുകൾ കയറി ഇറങ്ങി വീട്ടിൽ നിന്ന് രാത്രിയിൽ കിടന്നുറങ്ങപ്പെടുന്ന ഒരു കുഴപ്പമില്ല. പിറ്റേ ദിവസം പ്രഭാതം 6 മണിയായപ്പോൾ എനിക്ക് ചെറിയ നോവുണ്ടാകാൻ തക്കണിടയെ തീർന്നു. അപ്പോഴത്തേന് അവിടെ ഒരു അയൽപക്കത്തെ ഒരു വീടെന്ന് പറയാന് ക്രിസ്ത്യാനിയുടെ വീടാ. പക്ഷെ അവിടുത്തെ അപ്പച്ചന് ഭയങ്കര ചാരായം വാറ്റുകാരനും ചാരായം കുടിക്കുന്നയാളും ഈ അമ്മച്ചിയോട് വഴക്കുണ്ടാക്കുന്ന ആളും. ഒരു മോനുണ്ട്, പെമ്മക്കളൊക്കെ ജോലിക്ക് പോയി. അപ്പൊ ഈ മോനെ അമ്മച്ചിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഓടിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ആ വീട്ടിലും ഉണ്ട്. അപ്പൊ ഈ അപ്പച്ചൻ ഒരു 10-25 റബ്ബറുണ്ട്, അത് വെട്ടാൻ നമ്മുടെ വീടിനോടടുത്ത് വരും. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന കാണാം. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഈ വീടിന്റെ ചുറ്റും ഈ നടക്കുന്ന കണ്ടപ്പോഴത്തേന് ഈ അപ്പച്ചൻ ആ അമ്മച്ചിയോട് പറഞ്ഞു, എടി, ആ കൊച്ചിന് നോവാണെന്ന് തോന്നുന്നു, ആ കൊച്ചു വീടിന് ചുറ്റും നടക്കുന്നു, നീ അങ്ങോട്ടൊന്ന് ചെന്നേ എന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മച്ചിയാണെങ്കിൽ അവരുടെ ഉപജീവനം എന്ന് പറഞ്ഞ് ഈ അപ്പച്ചൻ ചാരായം ഉണ്ടാക്കി കൊടുക്കുമെങ്കിൽ അത് അപ്പച്ചനുള്ളതേ ഉള്ളൂ. ഈ അമ്മച്ചിയാണ് വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നത്. അമ്മച്ചിക്ക് അന്ന് 8-9 പശുക്കളുണ്ട്. ഈ പശുവാണ് അവരുടെ ഉപജീവന മാർഗം. അപ്പൊ ഈ അമ്മച്ചി 5 പശുവിനെ കറക്കുന്നുണ്ട്. വെളുപ്പിനെ കറക്കണം, വൈകുന്നേരവും കറക്കണം. എന്നിട്ട് ഇതുങ്ങള് തീറ്റാൻ കൊണ്ടുവന്നത് വലിയ പുഴയുണ്ട്. ആ പുഴയൊക്കെ കടന്നാണ് ഇവര് ഈ പശുവിനെ തീറ്റാനൊക്കെ കൊണ്ടുവന്നത്. അന്ന് രാവിലെ ഈ അമ്മച്ചി എൻ്റെ കൂടെ പോന്നു. അന്ന് പ്രഭാതത്തിൽ പശുവിനെ കറന്നു. പിന്നെ
അപ്പോഴത്തേനെ അപ്പച്ചൻ പറഞ്ഞു കേട്ടനുസരിച്ച് എൻ്റെ അടുത്ത് വന്നു. ഉടനെ എന്നെ ഒരുക്കി ഒരു ഓട്ടോറിക്ഷ പോയി ജോക്ചാൻ വിളിച്ചോണ്ട് വന്ന് അങ്ങനെ ഞങ്ങൾ ചാലക്കുടി ഹോസ്പിറ്റലിൽ ചെന്നു. അന്ന് വൈകിട്ട് 6:45 ഞാൻ പ്രസവിച്ചു. ഇങ്ങനെ പ്രസവിച്ച് കിടക്കുമ്പോഴത്തേന് ഈ അമ്മച്ചിയുടെ മോൻ വന്നിട്ട് പറഞ്ഞു, അമ്മ അങ്ങോട്ട് വരണം, അമ്മയുടെ ആങ്ങള മരിച്ചുപോയി, അതുകൊണ്ട് അമ്മ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മച്ചി പറഞ്ഞു, മോനെ ഞാൻ വരത്തില്ല, ആങ്ങളെ മരിച്ചെങ്കിൽ ഞാൻ വന്നിട്ട് അടക്കിയാ മതി, ഈ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല, ഈ കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയൊക്കെ കോട്ടയത്താണ് കിടക്കുന്നത്, അവരെപ്പോ വന്നിട്ടാ, അതുകൊണ്ട് അവര് വന്നതിന് ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞ് ഈ അമ്മച്ചി ഞങ്ങൾക്ക് അന്ന് അവിടെ തുണ നിൽക്കുവാൻ ഇടയായി തീർന്നു. ദൈവം അമ്മച്ചിയെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയത്, അത് തക്ക സമയത്ത് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അന്ന് ദൈവം ഞങ്ങൾക്ക് ഒത്തിരി ദൈവം ബലം നൽകാൻ തക്കണം ഇടയായി തീർന്നു. അന്ന് ഈ അമ്മച്ചി പ്രഭാതത്തില് അന്ന് വൈകുന്നേരം അമ്മച്ചിക്ക് ഈ കറവ നഷ്ടപ്പെട്ടു 5 പശുക്കളെ, പിറ്റേ ദിവസം അമ്മച്ചിക്ക് ഈ കറവ നഷ്ടപ്പെട്ടു 5 പശുക്കളെ, അങ്ങനെ 10 പശുക്കളുടെ കറവയാണ് അമ്മച്ചിക്ക് അന്ന് നഷ്ടപ്പെടുവാൻ ഇടയായത്. അമ്മച്ചിയുടെ ഉപജീവനമാണെന്ന് ഓർക്കണം. ഞങ്ങളെ അറിയത്തില്ലാത്തൊരമ്മച്ചി, കേട്ടുകേഴ്വിയില്ലാത്തൊരമ്മച്ചി. ഞങ്ങൾ അവിടെ ചെന്നിട്ട് കുറച്ച് മാസങ്ങളെ ആയുള്ളൂ. അതിനോടിടയ്ക്കുള്ളതായ ഒരു പരിചയം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ നാം ഒന്നും കരുതി വെക്കേണ്ട, ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങള് ആശുപത്രിയിൽ ചെന്നു. അപ്പോഴത്തേന് എൻ്റെ വീട്ടുകാരൊക്കെ വന്നു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ക്രമപ്പെടുത്തി. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. അതിനുശേഷം എൻ്റെ കുഞ്ഞ് ജോത്സന മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് ഭയങ്കരമാകുന്ന ഒരു പനി ഉണ്ടായി. ഞങ്ങൾ പല ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒന്നും ചെല്ലുമ്പോ കൊച്ചിന് അസുഖമില്ല. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് 2 ആഴ്ചയോളം ഇവിടെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കട്ടിലുമേൽ കിടക്കുകയാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പോൾ ഞാനിങ്ങനെ, എന്നിട്ടും എനിക്ക് പ്രാർത്ഥിക്കണോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ വരാനുള്ള കാരണം എന്താ, ദൈവസന്നിധി തീരുമാനം എടുത്താലോ, അങ്ങനെയൊന്നും എനിക്ക് ഒരു ചിന്ത വന്നില്ല. പെട്ടെന്ന് 2 ആഴ്ച ആയപ്പോഴത്തേന് ഞാനിങ്ങനെ കുഞ്ഞിന്റെ കട്ടിലിൽ പോയിരുന്നോണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ കുഞ്ഞിന് എന്താണ് ഇങ്ങനെ വരാൻ കാര്യം, കർത്താവേ നീ ഒന്ന് സൗഖ്യമാക്കണം, ഞാൻ ഇവർക്ക് വേണ്ടി 3 ദിവസം ഉപവാസം എടുത്തോളാം, എൻ്റെ കുറവുകളെ നീ ക്ഷമിക്കണം, എൻ്റെ പ്രിയമുള്ളവന്റെ കുറവുകളെ ക്ഷമിക്കണം ദൈവത്തോട് ഏറ്റു പറഞ്ഞപ്പോൾ ആ തൽക്ഷണം ദൈവം കുഞ്ഞിനെ സൗഖ്യമാക്കി എന്നുള്ളതാണ്. കർത്താവ് അവളെ അവിടുന്ന് വിടുവിപ്പാൻ ഇടയായി തീർന്നു. അതിനുശേഷം അങ്ങനെ മരണകരമായ ഒരു അവസ്ഥയാണ് അവിടെ മേൽ വന്നിരുന്നത്. എന്നാൽ ദൈവം അവിടെ വിടുവിപ്പാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ അവള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവളെ ഒരു മൂർഖൻ പാമ്പ് തൊടാൻ ഇടയായി തീർന്നു. എന്നാൽ അവിടെയും ദൈവത്തിന്റെ അത്ഭുതകരമായ കരം പ്രവർത്തിച്ചു. അങ്ങനെ ഈ രീതിയിൽ ദൈവമായ കർത്താവ് കുഞ്ഞിന്റെ മേൽ പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങള് കുഞ്ഞിനെ ആയിട്ട് ഇവള് ജനിച്ച് 3ാം മാസം ആയപ്പോഴേക്കും, 3 മാസമല്ല 2 മാസം ആയതേ ഉള്ളൂ. അപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ ഭയങ്കര വേനൽ ചൂടിന്റെ സമയമാണ്. അപ്പൊ കട്ടിലിൽ നിന്ന് ഇറങ്ങി നിലത്ത് പായിട്ട് ഞങ്ങളിങ്ങനെ കിടക്കുവോ, അതാകുമ്പോ തണുപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ചെന്നപ്പം ഉണ്ടായിരുന്ന കുറേ സാധനങ്ങള്, വാക്കത്തി, ചുറ്റിക, അങ്ങനെയുള്ള ഇരുമ്പിന്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു കൊളുത്ത തൂക്കി ജനലിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നു. അതൊരു 10-15 കിലോ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുഞ്ഞുമായിട്ട് ഞങ്ങളിങ്ങനെ നിലത്ത് കിടക്കും. അപ്പൊ കിടക്കുമ്പോഴാ എനിക്ക് 2 കുഞ്ഞുങ്ങളുടെ നടുക്ക് പിള്ളേർക്ക് 2ന് ഞാൻ വേണമല്ലോ. അപ്പൊ ആ കുഞ്ഞിനെ ജനലിന്റെ ഈ സൈഡ് ഭിത്തി സൈഡിൽ കിടത്തും, അതിനുശേഷം ഞാൻ കിടക്കും, അതിനുശേഷം മോൻ കിടക്കും, അതിനുശേഷമാണ് പ്രിയമുള്ളവൻ കിടക്കുന്നത്. അപ്പം അവിടെ കരണ്ടൊന്നുമില്ല, ഒരു അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ വിളക്കിന്റെ. അതൊത്തിരി മാറ്റിയാണ് ഞങ്ങൾ വെക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കിടന്ന് ഈ 1 മണി രാത്രി ആയപ്പോഴത്തേന്, അന്ന് രാത്രിയില് ഈ കുഞ്ഞിനെ എനിക്ക് തോന്നി കുഞ്ഞിനെ ഭിത്തി സൈഡിൽ കിടത്തണ്ട, ഭിത്തി സൈഡിൽ ഞാൻ കിടന്നാൽ മതി, കുഞ്ഞുങ്ങളെ 2 പേരെ നടുക്ക് കിടത്തിയിട്ട് ഞങ്ങൾ അപ്പുറം ഇപ്പുറം കിടന്നു. അന്ന് രാത്രിയില് ഈ ജനലിൽ കിടന്നതായ ഈ ബിഷോപ്പർ അല്ലെങ്കിൽ ഈ ഇരുമ്പ് സാധനങ്ങളെല്ലാം കൂടെ പറഞ്ഞ് എൻ്റെ ദേഹത്തേക്ക് വീണു. അങ്ങനെ ഞാൻ അതെടുത്ത് പെട്ടെന്ന് ഒച്ച കേട്ടുണ്ട് ജോക്ചാനും എഴുന്നേറ്റ്, ഞങ്ങൾ അതെടുത്ത് എൻ്റെ കാലിന്റെ, നല്ല ഉറക്കത്തിന്റെ സമയല്ലേ, കാലിന്റെ കീഴെ വെച്ചിട്ട് ഞങ്ങള് ബാത്റൂമിലൊക്കെ പോയിട്ട് പിന്നെയും വന്ന് കിടന്നു. എന്നിട്ട് ഞാൻ കുഞ്ഞിന് മൂത്രത്തുണിയൊക്കെ മാറ്റാൻ വേണ്ടി ഞങ്ങള് തുണിയെല്ലാം മാറ്റിയിട്ട് കിടക്കുക.
അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് ചെറിയ മയക്കം വന്നപ്പോ ഈ പ്ലാസ്റ്റിക് കൂടിന്റെ ഒച്ച, അപ്പൊ ഈ തുണിയല്ല ഇങ്ങനെ തലച്ചോട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി, എളുപ്പം വേണ്ടി. കിരികിരാന്നൊരു ശബ്ദം കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ജോച്ചായ തന്നെ ആ ശബ്ദം കേൾക്കുന്നേ, അതിപ്പോ നീ ആ കൂടിനകത്തുനിന്ന് തുണി എടുത്താലേ ആ കൂടി ഇരിക്കുന്നാന്ന് എന്നോട് പറഞ്ഞു. എന്നാ ശരി ആയിക്കോട്ടെന്ന് പറഞ്ഞു ഞങ്ങള് കിടന്ന് ഒരു മണിക്കൂറായി കാണും. അപ്പൊ ഞാൻ നേരെയാണ് കിടക്കുന്നത്. നേരെ കിടന്നുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തിരിഞ്ഞപ്പം എൻ്റെ ഈ തലയും മുട്ടി ഒരു പാമ്പ് കിടക്കുക. ആ പാമ്പിന്റെ തല എൻ്റെ കാലയും മുട്ടിയും അതിന്റെ വാൽ എൻ്റെ തലയും മുട്ടിയും കിടക്കുന്നു. പെട്ടെന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം കർത്താവേ എന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ പാമ്പ് ഓടി ഞങ്ങൾ കിടന്ന പായുടെ മൂലയ്ക്ക് അടിയിലേക്ക് ഒളിക്കുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് ഈ സ്തോത്രം എന്ന അതിനും അപ്പുറം ഈ പാമ്പ് കിടന്ന സ്ഥലത്ത് ഭയങ്കര വെളിച്ചമുണ്ടായെന്നുള്ളത്. ഈ വെളിച്ചം അങ്ങനെ ലൈറ്റ് കത്തുന്ന പോലത്തെ വെളിച്ചം അവിടെ ഉണ്ടായി. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒന്ന് കണ്ണു തെറ്റിച്ച് നോക്കിയതേ ഉള്ളൂ. അപ്പോഴീ പാമ്പിനെ കണ്ടു. അപ്പോ സ്തോത്രം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ സ്തോത്രം എന്ന യാഗത്തിന്റെ മഹത്വം, അല്ലെങ്കിൽ സ്തോത്രം എന്ന യാഗത്തിന്റെ ശക്തി അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ സ്തോത്രത്തിന് ഞാൻ സ്തോത്രക്കാരെയൊക്കെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സ്തോത്രത്തിന് ഇത്രമാത്രം വിലയുണ്ടെന്ന് മനസ്സിലാക്കിയത്, ഇത്രമാത്രം ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അന്നാണ്. ഇനി സ്തോത്രം എന്ന ഈ സ്വരം കേട്ടപ്പോ ഈ പാമ്പ് പെട്ടെന്ന് ഓടി ഒളിക്കുവാനിടയിരുന്നു. എന്നിട്ട് പെട്ടെന്ന് യോച്ചാനും ചാടി എഴുന്നേറ്റു. ഇതിനെ അവിടെ തല്ലിക്കൊന്നു. പെട്ടെന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളെ എടുത്ത് കട്ടിലേക്ക് കിടത്തി എന്നെ തല്ലിക്കൊന്നു. പിറ്റേ ദിവസം ഞങ്ങൾ പലരെ വിളിച്ച് കാണിച്ചു. അവർക്കെല്ലാം ഭയങ്കര അതിശയം. അവര് പറയാണ്, ഈ പാമ്പ് നമ്മുടെ പരിസരത്ത് കൂടെ പോയാൽ പോലും നമുക്ക് മരണം സംഭവിക്കുന്ന ഒരു പാമ്പാണ്, അത്രമാത്രം വിഷകാരിയായ ഒരു പാമ്പാണെന്ന് പറയാൻ ഇടയായി തീർന്നു. ആ ദൈവത്തിന്റെ ആ അത്ഭുതകരമാകുന്ന കരം ഞങ്ങളോട് കൂടി ഇരുന്നത് കൊണ്ട് ആ മരണകരമാകുന്ന അവസ്ഥയിൽ നിന്ന്, വിഷകരമാകുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം വിടിയിപ്പാൻ ഇടയായി തീർന്നു. ആമേൻ. അതുകളാണ് പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ അധികാരം തന്ന കർത്താവ്. ആമേൻ. ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളെ കാത്തു പരിപാലിച്ചു, അവന്റെ ഉള്ളം കൈ സൂക്ഷിച്ച്. അതുകൊണ്ട് ഇന്നും ഞങ്ങൾ ജീവനോടെ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് അവിടെ കിടക്കുന്നെങ്കിൽ, സാധാരണ കുഞ്ഞിനെയാണ് അവിടെ കിടത്താറുള്ളത്, അവൾ അവിടെ കിടക്കുന്നെങ്കിൽ തീർച്ചയായും തീർച്ചയായിട്ടും അവൾ മരണപ്പെട്ടേനെ. എന്നാൽ ദൈവം ആ സമയത്ത് നമ്മുടെ ബുദ്ധിയെ തുറന്നു, ദൈവം അവിടെ പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികൂലം വരുമ്പോഴാണ് നാം ദൈവത്തെ കൂടുതലായിട്ടൊന്നുകൂടെ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ ആ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങള് 2001 ഞങ്ങള് ഇവിടെ വന്നു, നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട്, ഞാനന്ന് മോന് ക്ഷീണം ഉണ്ടായ സമയത്ത് ദൈവത്തോട് തീരുമാനം ചെയ്തായിരുന്നു, കുഞ്ഞിനെ കൊണ്ട് ഞാൻ പല സ്ഥലങ്ങളിൽ പോയി കർത്താവിന്റെ സാക്ഷീകരിച്ചോളാം എന്ന് പറഞ്ഞ് ദൈവത്തോട് തീരുമാനം ചെയ്തു. അങ്ങനെ 2001 ഞങ്ങളിവിടെ വന്ന് പ്രിയമുള്ളവൻ പൗതിമ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് ഒരാളെ എടുത്ത് കയ്യിലും വെച്ച് ഒരാളെ കൈക്കും പിടിച്ച് ഇങ്ങനെ 2, 3, 4 കിലോമീറ്റർ ഒക്കെ അകലെ പോയി കർത്താവിനെ സാക്ഷീകരിക്കും. ഈ കൊച്ചിന് ഇതുപോലെ ശ്വാസം മുട്ടലുണ്ടായി, ദൈവം അവിടുന്ന് വിടുവിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പലരോട് പറയാൻ തക്കാണ് ദൈവം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരിക്കലും ഇതുപോലെ പരസ്യോത്തിന് പോവുക, 2002 പരസ്യോത്തിന് പോയ സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വീട്ടിൽ ഒരു സാധനവുമില്ല. ഞങ്ങൾ അച്ഛനും അമ്മയും ഞങ്ങൾ 2 കുഞ്ഞുങ്ങൾ 2ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ തലേദിവസം മുതലേ വീട്ടില് പട്ടിണിയാണ്. എന്നാൽ അച്ഛന് പണിയില്ല, ജോസ്റ്റാനും പണിയില്ല. എങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ തടസ്സമൊന്നും ഇല്ലാതെ ഞങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി പോവുക, പരസ്യോത്തിന് പോവുക. അങ്ങനെ വീട്ടിൽ നിന്ന് ഒന്നും കാണാതെ ഉള്ള ചട്ടിയും കലവും പാത്രങ്ങളെല്ലാം കഴുകി മെഴുക്കി വെച്ചിട്ട് ഞങ്ങൾ പോവുക. അന്നൊരു സൈക്കിളുണ്ട്, സൈക്കിളെ 2 പിള്ളേരെ ഇരുത്തും, ഞങ്ങളെല്ലാം നടന്നും പോകും. എന്നിട്ട് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പോയി, രാവിലെ വീട്ടിൽ നിന്ന് പോയി, വൈകുന്നേരം വീട്ടിൽ വരുമ്പോ എന്ത് കഴിക്കും എന്നൊക്കെയുള്ള ചിന്ത മനസ്സിലുണ്ട്, കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കും എന്നൊക്കെയുള്ള ചിന്തയുണ്ടെങ്കിലും ഞങ്ങൾ വൈകിട്ട് സന്ധ്യ 5:30 വന്നപ്പോ ഞങ്ങൾ കർത്താവിന്റെ വേലയെല്ലാം ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഒരു ചട്ടി നിറച്ച് നല്ല വലിയ
മത്തി പച്ച മത്തി മേടിച്ചു കൊണ്ട് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പച്ചക്കപ്പ 3 കിലോ പച്ചക്കപ്പ മേടിച്ചുകൊണ്ട് അടുപ്പും ഭാഗത്തെ വെച്ചിരിക്കുന്നു. അത് ഇന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അത് ആരവിടെ കൊണ്ട് വെച്ചെന്നുള്ളത്. അങ്ങനെ കർത്താവ് അവിടെയും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ ഇടയായി തീർന്നു. അങ്ങനെ 2002 അനുഭവമാണ്. പിന്നെ 2007 ഞാന് ഒന്ന് വീഴുവാനിടയായി തീർന്നു. അത് ഒരു ദിവസം ഞാനിങ്ങനെ സഭയിൽ പ്രസ്താവിച്ചു, വരുന്ന ആഴ്ച വെള്ളി ശനി ഞായർ 3 ദിവസം ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് എന്റെ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുക്കുക. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച രാവിലെ പ്രഭാതത്തിൽ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടിട്ട് വന്ന് വീടെല്ലാം അടിച്ച് വൃത്തിയാക്കി കുളിക്കാൻ പോവുക. തോട്ടില്ല ഞങ്ങളന്ന് കുളിക്കാൻ പോയ വഴിക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങണമായിരുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയ സമയത്ത് ഈ കല്ല് തെന്നിപ്പോയിട്ട്, അന്ന് എനിക്ക് നല്ല വണ്ണമുള്ള സമയം, തെന്നിപ്പോയിട്ട് മുട്ടി എന്ന് ഇടിച്ച് എൻ്റെ ശരീരം മുഴുവൻ ഈ കാലിന്മേലായിട്ട് ആ വെയിറ്റ് മുഴുവൻ കൊണ്ട് ഈ മുട്ടിന്റെ ബോള് പൊട്ടിപ്പോയി. അപ്പൊ എനിക്ക് എഴുന്നേക്കത്തൊന്നുമില്ല, യാതൊരു കാരണവശാലും എഴുന്നേക്കത്തില്ല. ഞാൻ അവിടെ തന്നെ കിടന്നു. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ പതുക്കെ കയ്യാലെ പിടിച്ച് എഴുന്നേറ്റത്. അങ്ങനെ എഴുന്നേറ്റ് പിന്നെ ആൾക്കാരൊക്കെ കൂടി വന്ന് എന്നെ എടുത്തു കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുപോയി, തിരുമുകാരുടെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു ഈ കൊച്ചിന്റെ കാലിന്റെ എന്തോ ഞരമ്പ് പൊട്ടിയെന്നോ അങ്ങനെ അവര് പറഞ്ഞു. അതുകൊണ്ട് 3 മാസം തിരുമണം എന്ന് പറഞ്ഞു. അപ്പൊ തിരുമൊക്കെ ഭയങ്കര വേദനയല്ലേ. അതുകൊണ്ട് ഞങ്ങള് പിന്നെ പിറ്റേ ദിവസം പോയിട്ട് 2ാമത്തെ ദിവസം ഞങ്ങള് വലിയൊരു അസ്ഥിയുടെ ഡോക്ടറുണ്ട് കാഞ്ഞിരപ്പള്ളിയില്, വിദഗ്ധനായ ഡോക്ടറാണ്. ആ ഡോക്ടറുടെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിന്റെ മുട്ടിന്റെ ബോള് പൊട്ടിപ്പോയി. 2 ബോളാണുള്ളത്. കാലിന്റെ ഈ തൊടയും താഴത്തെ കാലും കൂടെ യോജിപ്പിക്കുന്ന 2 ബോളുണ്ട്. അതിലൊരു ബോൾ പൊട്ടിപ്പോയി. അതുകൊണ്ട് ഈ ബോള് പൊട്ടിയത് കൊണ്ട് ഒന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് അവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വെക്കാം, പക്ഷെങ്കില് അത് സക്സസ് ആകണമെന്നില്ല, 50,000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് 50,000 രൂപ തന്ന് ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാഹചര്യമില്ല, അതുകൊണ്ട് ഡോക്ടർ മറ്റെന്തെങ്കിലും മാർഗം നോക്കാവോ ചോദിച്ചു. പറഞ്ഞ് മറ്റ് മാർഗങ്ങളൊന്നുമില്ല, പിന്നെ ഓപ്പറേഷൻ ചെയ്തില്ല എങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ സഹോദരി മരണം വരെയും ഇരിക്കുന്ന കട്ടിലെ കിടക്കത്തേ ഉള്ളൂ, സപ്പോർട്ടിനായിട്ട് 2 പേര് വേണം, അല്ലെ ഒരാൾ വേണം, ഒരിക്കലും മരിക്കുന്നവരെയും എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് ആ ഡോക്ടർ വിധി എഴുതി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് നിർവാഹമില്ലെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ. എന്നാ ഡോക്ടറെ ഭയങ്കര വേദന. ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഗുളിയെ കുറിച്ച് തരാവും വേദനയ്ക്ക്. അപ്പൊ ഡോക്ടർ വേദനയ്ക്കുള്ള ഗുളിക ഭയങ്കര ഡോസ് കൂടിയ ഗുളികയാണ് കുറിച്ച് തന്നത്. 40 ഗുളികയ്ക്ക് കുറിച്ച് തന്നു. 40 ഗുളിക കുറിച്ച് ഞങ്ങൾ 20 ഗുളിക മേടിച്ചു. 20 ഗുളിക മേടിച്ചിട്ട് 10 ഗുളിക കഴിച്ചപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമാകുന്ന വയറ്റ് വേദന, അത് പിന്നെ വേറൊരു രോഗമായിട്ട് മാറി. അപ്പൊ ഞങ്ങൾ ദൈവസനെ അതിന്റെ മരുന്നിനൊന്നും പോയില്ല. ഞാൻ ദൈവസനെ തീരുമാനമെടുത്തു, ദൈവത്തോട് ചില നേർച്ചകളൊക്കെ ദൈവസനെ വെച്ചു. അങ്ങനെ ദൈവം 11ാമത്തെ ദിവസമായപ്പോൾ ദൈവാത്മാവ് ഞങ്ങൾക്കുള്ള ഓർമ്മിപ്പിച്ചു. ഞാനിങ്ങനെ കട്ടിലെ കാല് മടക്കാൻ വയ്യാത്ത വണ്ണം ഇങ്ങനെ നീളത്തിലിരിക്കുക. എൻ്റെ ഇളയ കുഞ്ഞിന് അന്ന് 7 വയസ്സുണ്ട്. അവള് വലത് കൈ മുട്ടിന്മേ വെച്ചു. 2ാമത്തെ മോന് അവന്റെ വലത് കൈ അവളുടെ വലത് കൈമേൽ വെച്ചു. അതിന്റെ മുകളിൽ എൻ്റെ വലത് കൈ വെച്ചു. അതിന്റെ മുകളിൽ പ്രിയമുള്ളവന്റെ വലത് കൈ വെച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് അവിടെ അത്ഭുതം എനിക്ക് ചെയ്യാനിടയായി തീർന്നു. അന്ന് എന്നെ ദൈവം തൊട്ട് സൗഖ്യമാക്കി. ഇന്ന് വരെ 2007 എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവമാണ്. ഇന്ന് വരെയും ഒരു ഡോക്ടർമാരിലോ ഒരു മനുഷ്യരിലോ ആശ്രയിക്കാൻ ഇട വന്നിട്ടില്ല. കർത്താവ് എന്നെ സൗഖ്യമാക്കി. അനേകരോട് ഈ സാക്ഷ്യത്തെ പ്രസ്താവിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ ഇന്ന് വരെയും നടക്കുന്നു, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ഭൗതികമാകുന്ന ജോലി കാര്യങ്ങൾക്കൊക്കെ നേരത്തെ തൊഴിലുറപ്പിനൊക്കെ പോകുമായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ദൈവമായ കർത്താവ് ചെയ്തു. അത്രമാത്രം ദൈവം ഞങ്ങളെ വിടിയിപ്പാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ഞാനിങ്ങനെ രാവിലെ കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ വീട് ഇങ്ങനെ തൂത്തോണ്ടിരിക്കുമ്പോഴത്തേന് എൻ്റെ ഈ ചെവി വന്നു നിന്നോണ്ട് ഒരാൾ പറയാ, ഞാൻ നിന്നെ ഇന്ന് ഉപവസിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു.
ഞാൻ നിന്നെ ഇന്ന് ഉപവസിക്കത്തില്ല, നീ ദൈവസന്നിധി വെച്ചിരിക്കുന്ന കാര്യം നിനക്ക് സാധിക്കത്തുമില്ലെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞിങ്ങനെ പറഞ്ഞു, പോ പിശാചേ, നീ പറയുന്നത് പോലെയല്ല, എന്റെ ദൈവമാണ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ, എന്റെ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നെങ്കിൽ അത് ഞാൻ നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞേച്ചാണ് ഞാൻ കുളിക്കാൻ പോകുന്നത്. ആ കുളിക്കാൻ പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ ദൈവസന്നിധി 3 ദിവസം ഉപവാസമാണല്ലോ. ഈ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവിടെ വന്ന് തീരുമാനം ആദ്യം പോയി. അപ്പൊ പോയിട്ട് ഇവിടെ വന്ന് വീട്ടിലിരിക്കുമ്പോ തന്നെ ഞാൻ 3 ദിവസവും തന്നെ ഉപവസിച്ച് അന്ന് പകല് ദൈവാത്മാവ് എന്നെ കാണിക്കുവാണ്. ഒരു ക്ലോക്ക്, ആ ക്ലോക്കിന്റെ 12 വെള്ളിസൂചി മുക്കാലെ വന്നു, 45 വെള്ളിസൂചി വന്നു. ഈ വെള്ളിസൂചി 12 വരുമ്പോൾ എന്റെ അവസാനമാണെന്ന്. അങ്ങനെ ആരോ എനിക്ക് വേണ്ടി പോയി ഈ അമ്പലത്തിൽ പോയി. അന്നൊക്കെ ഞാൻ അങ്ങനെ ദർശനം കണ്ടാണ് ഒരു കൽവിളക്ക്, ഇങ്ങനെ കല്ലുകൊണ്ടുള്ള വിളക്കൊക്കെ കാണുന്നത്. അങ്ങനെ തിരി മണ്ണെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുന്നതും തിരി കത്തിക്കുന്നതൊക്കെ കാണുവാൻ ഇടയായി തീർന്നു. ഇതിന്റെ പൊരുളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്നിട്ട് എന്റെ വല്യപ്പന്റെ എന്റെ ഹസ്ബൻഡിന്റെ ഭർത്താവിന്റെ അനിയൻ അത് ആ ദേവദാസനോട് ഇങ്ങനെ പറഞ്ഞു. അന്നേരം പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു വെല്ലുവിളിയുടെ മുമ്പിൽ ദൈവം എന്നെ ഇന്നും നിർത്തിയിരിക്കുന്നു. അതിനുശേഷം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങളാണ് ചെയ്യുവാൻ ഇടയായി തീർന്നത്. 2003 ഫെബ്രുവരി മാസത്തില് ഞാനൊരു 3 സ്വപ്നം അടുപ്പിച്ചു കണ്ടു. ആ സ്വപ്നം ഇങ്ങനെയാണ്. ആദ്യം കണ്ട സ്വപ്നം, എന്റെ എനിക്കൊന്ന് നല്ല കാഴ്ചയുണ്ട്, 2 കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. ഒരു കുഞ്ഞു പൊടി പോലും നിലത്ത് കിടന്നാൽ കാണാം, അത്രമാത്രം കാഴ്ചയുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് എന്റെ കണ്ണിന്റെ കാഴ്ച പോകുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അയ്യോ എന്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ടല്ലോ, പിന്നെ എങ്ങനെയാ കാഴ്ച പോകുന്നതെന്ന് ഞാനിങ്ങനെ ആ സ്വപ്നത്തിൽ തന്നെ ഞാൻ പറയുക. ഞാൻ പിറ്റേ ദിവസം നേരം വെളുത്ത ഉടനെ ജോർച്ചാനോടും പിള്ളേരോടും പറഞ്ഞു, അമ്മയുടെ കണ്ണിന്റെ കാഴ്ച പോകുന്നത്, എന്റെ കണ്ണിന്റെ കാഴ്ച പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടാൽ തന്നെ അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇതെന്റെ മനസ്സിൽ കിടന്ന് തേങ്ങും. അങ്ങനെ 3-ാമത്തെ ദിവസം ഞാൻ ഈ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ കണ്ണ് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുക. 2 കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടു. എന്നാൽ ആ വിഷയത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചില്ല. സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എനിക്ക് അന്നേരം ദൈവം വിടുതൽ തന്നേനെ. പക്ഷേ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണ എനിക്ക് ഉണ്ടായില്ല. അങ്ങനെ ഞാൻ ഈ 3-ാം ദിവസം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്റെ കണ്ണിന്റെ കാഴ്ച പോകുന്നു. അങ്ങനെ 2.5 വർഷം ഞാൻ കണ്ണിന് കാഴ്ചയില്ലാത്തവളായി നടക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 2.5 വർഷം കാഴ്ചയില്ലാതെ, എങ്കിലും ഒറ്റ കൂട്ടായ്മ പോലും, ഒരു പ്രാർത്ഥന പോലും നഷ്ടപ്പെടുത്താൻ ഇടയായി തീർന്നിട്ടില്ല. 2 കണ്ണിന് കാഴ്ചയില്ലെങ്കിലും എന്റെ പ്രിയമുള്ളവൻ എന്റെ 2 കരങ്ങളും പിടിച്ച് എന്നെ റോഡ് കുഴിയുണ്ടെങ്കിലും വഴി കുഴിയുണ്ടെങ്കിലും അവിടെ എല്ലാം എന്നെ താങ്ങി നടത്തി ഞങ്ങളുടെ ശുശ്രൂഷയിൽ കടന്നു പോകാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ 2.5 വർഷം. എന്നാൽ ഈ സമയങ്ങളിൽ നമുക്ക് അനേക ഹോസ്പിറ്റലുകളുണ്ട്. ഞങ്ങള് ഒരു ഹോസ്പിറ്റലിൽ തന്നെ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അപ്പോഴത്തേന് ഷുഗർ, അതിനു മുമ്പ് ഷുഗർ ഫാസ്റ്റിങ്ങിൽ 650 ആയിരുന്നു. ആദ്യമായിട്ട് എനിക്കൊരു പനി വന്നു, അങ്ങനെ 650 ഷുഗറായി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയം, ഇങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കത്തില്ല, ഈ 650 ഫാസ്റ്റിങ് ഷുഗർ വന്നാല് ആരാ ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവർക്ക് അതിശയം. പക്ഷെ എനിക്ക് നോ പ്രോബ്ലം, എനിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ അല്പമായ ദാഹം മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഉടനെ എല്ലാവരും ഡോക്ടർമാരും നഴ്സുമാരെല്ലാവരും വന്ന് ഉടനെ അടുത്ത ട്രീറ്റ്മെന്റ് ചെയ്തു. ഫാസ്റ്റിങ് കഴിഞ്ഞ് അതിന് ഫുഡ് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ അത് 871 അത്രമാത്രം ഷുഗർ കയറി പിടിച്ച്. അങ്ങനെ ഞങ്ങള് ഈ കണ്ണിന്റെ കാഴ്ച പോയപ്പോഴത്തേനും ഞങ്ങള് ജില്ലാ ഹോസ്പിറ്റലാണ് അഭയം പ്രാപിച്ചത്. ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം അവിടെ പോയി. 2.5 വർഷം ഞങ്ങൾ അവിടെ തന്നെ പോകുമായിരുന്നു. എന്നാൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മുടെ അടുത്ത് ഹോസ്പിറ്റലുണ്ട്, ഒരു പൈസയും കൊടുക്കാതെ ഓപ്പറേഷൻ ചെയ്യുന്നവിടെ ഉണ്ട്. പക്ഷെ ദൈവം ആ സമയം വരെ എന്നെ കൊണ്ടു നടന്ന് എന്തിനാന്ന് ചോദിച്ചാല്, എനിക്ക് ദൈവം ആരാണെന്നും
ഈ കണ്ണ് കാണാൻ മേലാത്ത ആളിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന്, ഒരു കുരുടന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ഈ 2.5 വർഷം നടത്തിയത്. അത് എന്റെ ജീവിതത്തിൽ അന്ന് എന്നെ ആ കഷ്ടതയിൽ കൂടി നടത്തിയത് കൊണ്ട് എന്താ, എനിക്ക് ഇന്ന് അനേകരോട് അത് സാക്ഷ്യമായി എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതൊരു നന്മയ്ക്കായിട്ടാണ് ദൈവം അത് എനിക്കത് കൂടി വ്യാപരിപ്പാൻ ഇടയായി തീർന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടെന്നുള്ള ആ തിരുവെഴുത്ത്, ആമേൻ സ്തോത്രം, എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 2.5 വർഷം ഇന്ന് എന്റെ പ്രസ്ഥാനത്തുള്ളതായ എല്ലാവരും സാക്ഷി പറയുന്നുണ്ട്. ആമേൻ 2.5 വർഷം കണ്ണ് കാണാത്തവളായി നടന്ന് ഇന്നിപ്പോൾ കാഴ്ചയായി ദൈവം എനിക്ക് കാഴ്ച തന്നു. 1 വർഷത്തോളമായി കാഴ്ചയോടെ നടക്കുന്നു. അങ്ങനെ ആ ഒരു സ്വപ്നം എന്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഇടയായി തീർന്നു. അടുത്ത് രണ്ടാമത്തെ കണ്ട സ്വപ്നം പ്രകാരമായിരുന്നു. പിറ്റേ ദിവസം കണ്ട സ്വപ്നം, ഞാനും എന്റെ മോളും കൂടി ഒരു പ്രാർത്ഥനയ്ക്ക് പോവുക. ഞാൻ അറിയുന്നില്ല, എങ്കിലും അവരെന്നെ പെട്ടെന്ന് ഒരു പ്രസംഗത്തിന് വേണ്ടി എന്നെ ക്ഷണിക്കുന്നത് ഇടയായി തീർന്നു. പെട്ടെന്ന് ഞാൻ ദൈവ എന്നെ ഏൽപ്പിച്ചതായ ശുശ്രൂഷയാണല്ലോ, അല്ലെങ്കിൽ കർത്താവിന്റെ ദേവദാസിമാരെന്നെ ക്ഷണിച്ചത്. പെട്ടെന്ന് ഞാൻ വേദപുസ്തകവുമായി എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്യുന്ന ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇന്ന് വരെ സംഭവിക്കാത്ത കാര്യം, എന്നെ കണ്ട് നടക്കത്തില്ലാത്ത കാര്യമാണ്, പിന്നെ ഇതെങ്ങനെ ഞാൻ ഈ സ്വപ്നം കണ്ടത് എങ്ങനെ വിശ്വസിക്കുമെന്ന് ദൈവത്തോട് ചോദിച്ചു. ആ കണ്ടതിന് പിറ്റേ വർഷം കൺവെൻഷനില് ഞങ്ങളുടെ സഹോദരിമാരുടെ സമാജത്തിന് സഹോദരി സമാജം വാർഷിക മീറ്റിങ്ങില് പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. ഇതൊക്കെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം എന്റെ ജീവിതത്തില് ഒരു സ്വപ്നം കണ്ടു. ഞാൻ മരിച്ചു. എന്നെ ഒരു വെള്ളവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് അനേക ദൂതന്മാരും ഞാൻ അറിയുന്ന വ്യക്തികളൊക്കെ അവിടെയുണ്ട്. അപ്പച്ചന്മാരും അമ്മച്ചമാരും അനേക ദൈവദാസന്മാരൊക്കെ അവിടെ കാണുന്നുണ്ട്. ഞാനപ്പോ എന്നെ കൊണ്ടുപോയ ദൂതനോട് ഞാൻ ചോദിച്ചു, ഇതെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ വൈകിട്ട് കിടന്നുറങ്ങിയതാ. ഞാൻ കിടന്നപ്പോ എന്റെ പ്രിയമുള്ളവനും എന്റെ മോനും ഇവിടെ ഉണ്ട്. മോനും കണ്ടതാണല്ലോ ഞാൻ കിടന്നുറങ്ങുന്നത്. രാവിലെ അവര് എന്നെ നോക്കുമ്പോ എന്നെ കാണത്തില്ലല്ലോ, അവരാകപ്പാടെ വിഷമിക്കുകയല്ലേ, അവരെന്ത് ചെയ്യും, അവര് ഓടിപ്പാഞ്ഞ് നടക്കുമല്ലോ. അതുകൊണ്ട് എന്നെ അങ്ങോട്ട് അയക്കാവോ എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഉടനെ ഞാൻ പറഞ്ഞു എന്നെ അയക്കാവോ എന്ന് ചോദിച്ചപ്പോഴത്തേന് അതിനുശേഷം ഇവിടെ അപ്പൊ എന്നോട് പറഞ്ഞു, നീ മരിച്ചതാണ്, നിന്നെ കാണാതെ പോയതല്ല, നീ മരിച്ചതാണ്, നിന്റെ ബോഡി അവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, എന്നാ അവര് വിഷമിക്കുകയല്ല. കാണാതെ പോകുന്നതും മരിച്ചു പോകുന്നതും രണ്ടാണല്ലോ. അപ്പൊ മരിച്ചു പോയാൽ കാണാതെ പോകുന്നതിനാണ് ഏറ്റവും വലിയ വേദന. പക്ഷെങ്കിൽ മരിച്ചു പോയാൽ മരിച്ചുപോയി, അത്രേ ഉള്ളൂ. അങ്ങനെ എന്നാ അവര് വിഷമിക്കുകയല്ലോ എന്ന് ഞാൻ ദൈവദൂതനോട് പറഞ്ഞു. അപ്പൊ ഞാൻ ദൂതനോട് പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ വന്നത് കൊണ്ട് എന്റെ കർത്താവിന്റെ വേല എനിക്ക് ഇനി ഭൂമി ചെയ്യാനുണ്ട്. എനിക്ക് പരസ്യങ്ങൾ ഒത്തിരി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്നെ ഒന്നുകൂടി ഭൂമിയിലേക്ക് അയക്കാവോ എന്ന് ദൈവത്തിനോട് ചോദിച്ചു. അപ്പൊ ദൂതൻ പറഞ്ഞു, ഹിസ്കിയാവിന് നൽകി തന്നതുപോലെ ഞാൻ നിനക്ക് 15 സംവത്സരം കൂടെ തരുന്നു. പക്ഷേ 15 സംവത്സരത്തിനുള്ളിൽ നിന്റെ ആത്മാവിനെ ഞാൻ എടുക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് എന്റെ ആത്മാവിനെ എന്റെ ജഡത്തിലേക്ക് വിട്ടിട്ട് ഞാൻ ജീവൻ പ്രാപിക്കുന്നത് ഒരു സ്വപ്നം കണ്ടു. അത് ഞാൻ അന്ന് മുതൽ ഇന്ന് 3 വർഷമായി, അന്ന് മുതൽ ഇന്ന് വരെ അത് കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഹിതം ഇനി നിറവേറണം. അതും കർത്താവിന്റെ വേല ആവോളം അധ്വാനിച്ച് കർത്താവിന്റെ വേല എനിക്ക് ചെയ്യുന്നതിന്റെ അപ്പുറമായി ചെയ്യുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നാളുകളെ ഞങ്ങൾ കർത്താവിന്റെ വേലയോടും ഇന്ത്യ ഫിലദൽഫിയ സുവിശേഷ ദൈവസഭയില് ഞങ്ങൾ 3 വർഷത്തോളമായി, 4 വർഷമാണ് കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നത്. ഇതിനോടിടയ്ക്ക് ഞങ്ങൾ 2000
ആതിരപ്പള്ളിക്ക് പോയി 22 വർഷത്തോളം ഞങ്ങൾ പൗദ്യം മറ്റ് പരസ്യങ്ങളും മറ്റു കൂട്ടായ്മകളിലൊക്കെയാണ് കടന്നുപോയത്. എങ്കിലും ഈ പ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ പരസ്യങ്ങളും മറ്റു കൂട്ടായ്മകളിലൊക്കെ കടന്നുപോയി. എന്നാൽ ഞങ്ങൾ ആഗ്രഹമുണ്ട് ഒരു സഭാ ശുശ്രൂഷ കിട്ടാൻ. പലരും ഞങ്ങളെ വിളിച്ചുവെങ്കിലും ഞങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനത്ത് തന്നെ ലഭിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. എന്നാൽ അത് ഞങ്ങളുടെ പ്രസ്ഥാനത്തോട് പറഞ്ഞില്ല. ദൈവം ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കണ്ട്, ഞങ്ങളുടെ താല്പര്യങ്ങളെ കണ്ട് ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. 2022 പിന്നെയും ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ദൈവം ഞങ്ങൾക്ക് അവിടെ ശുശ്രൂഷ പിന്നെ വീണ്ടും തരുവാനിടയായി തീർന്നു. ഇന്ന് ഞങ്ങൾ അവിടെ ശുശ്രൂഷയില് 4-5 വർഷത്തോളം ആയിരിക്കുന്നു. കർത്താവ് അനുഗ്രഹത്തോടെ ഞങ്ങളെ നടത്തുന്നു. ഇളമ്പള്ളി എന്ന സ്ഥലത്ത് ഞങ്ങൾ കർത്താവിന്റെ വേലയുടെ മുഖത്ത് സഭാ ശുശ്രൂഷയിലായിരിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ വേല ഞങ്ങൾ പരസ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങള് ദൈവത്തിന് വേണ്ടി അധികമായി പിന്നെയും സമയങ്ങൾ ചെലവിടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഈ നാടുകളിൽ കർത്താവ് എത്രത്തോളം ഞങ്ങളെ മാനിക്കുന്നുമോ അത്രത്തോളം ദൈവത്തിന്റെ സന്നിധിയില് അതിലുപരിയായി ദൈവം നമ്മളെ നടത്തുന്നതിന് ഉപരിയായി ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാന്യ ശ്രോതാക്കളെ, ആമേൻ, നാം കർത്താവിന് വേണ്ടി നിന്നാല് അവൻ നമ്മളെ ഒരു നാളും കൈവിടത്തില്ല. അവൻ നമ്മളെ ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്തത്തില്ല. ആരൊക്കെ നമുക്കെതിരെ കരങ്ങൾ ഉയർത്തിയാലും, ഏത് വിധത്തിലുള്ള മന്ത്രങ്ങളോ ഏത് വിധത്തിലുള്ള ദർശനവിദ്യകൾ നോക്കിയാൽ പോലും നമുക്കത് ഫലിക്കത്തില്ല. ആമേൻ. അതുപോലെ എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, കഷ്ടതയിൽ കൂടി കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തോട് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. കാരണം ആ വ്യക്തിക്ക് ദൈവത്തിന്റെ ആ സ്നേഹം അല്ലെങ്കിൽ ദൈവം ആരെന്ന് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഷ്ടതയിൽ കൂടി കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ദൈവം നമ്മളെ പരീക്ഷിക്കുന്നില്ല. കാരണം നമുക്ക് ഓരോരുത്തർക്കും സഹിക്കാവുന്ന, അവൾക്ക് ഇത്രയും കഷ്ടത കൊടുത്താൽ അവൾ അത് സഹിക്കും, അല്ലെങ്കിൽ ഇന്ന ദേവദാസന് ഇത്ര കഷ്ടത കൊടുത്താൽ ആ ദേവദാസൻ സഹിക്കും എന്ന് ദൈവത്തിനറിയാം. നമുക്കത് വലിയ ഭാരമായിട്ടും വലിയൊരു ഭയങ്കര ഒരു കാര്യമായിട്ട് തോന്നും. പക്ഷെങ്കിൽ ദൈവത്തിന് നമുക്കത് സഹിക്കാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ഈ കഷ്ടത അല്ലെങ്കിൽ പരിശോധന വരുമ്പോൾ നാം ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആരെങ്കിലും എന്നെ രക്ഷിക്കപ്പെടാതെ ദൈവസന്നിധിയിൽ നിന്ന് മാറി അല്ലെങ്കിൽ ദൈവസന്നിധി കടന്നു വന്നിട്ട് മാറി നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകലില് നാം രക്ഷ എന്നുള്ളത് അവനവന്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, ഞാൻ മാത്രമേ എന്റെ ഭവനത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ എന്റെ പിതാവും മാതാവും സഹോദരങ്ങളെ നോക്കി, അല്ലെങ്കിൽ എന്റെ പിതാവ് എന്നെ അന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും എന്ന് പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സമയത്ത് അവരും കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നോക്കി നിന്നിരുന്നു എങ്കില് ഇന്ന് എനിക്ക് ഈ സാക്ഷ്യത്തെ ദൈവ മക്കളോട് പറയുവാൻ എനിക്ക് സാധിക്കത്തില്ല. എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയില്ല. ആ നിത്യതയിൽ എനിക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് രക്ഷ എന്നുള്ളത് നമുക്ക് അവനവനുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ നിങ്ങളെ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ചെറിയ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സമയത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ അതിയായി സ്തുതിക്കുന്ന കർത്താവേ, ആമേൻ. ദൈവത്തിന്റെ പാദപീഠങ്ങൾ ഹല്ലേലൂയ, ആമേൻ, കടന്നു വരുവാൻ സാധുക്കളാകുന്ന ബലമില്ലാത്ത ഞങ്ങളെ, ബലഹീനരാകുന്ന ഞങ്ങളെ കർത്താവേ, നീ അവിടുന്ന് കൂട്ടി വരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ ഹല്ലേലൂയ. ആരോമ ടിവിയിലൂടെ ദൈവത്തിന്റെ നാമത്തെ പ്രസ്താവിപ്പാൻ ഹല്ലേലൂയ ദൈവചിത ഉപകാരങ്ങളെ വർണ്ണിപ്പാൻ ഇടയാക്കിയല്ലോ. ഇന്ന് പകല് കർത്താവേ, അടിയന്റെ സാക്ഷ്യത്തെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ രൂപാന്തരം വരുത്തണം കർത്താവേ. ആത്മീയമായ പ്രചോദനം കൊടുക്കണം കർത്താവേ. ആമേൻ. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി തീരണം കർത്താവേ. ആമേൻ. ഹല്ലേലൂയ കർത്താവേ. ആരോമ
ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നപ്പാ ദൈവമേ, വരും കാലങ്ങളിൽ കർത്താവെ അനേകർക്ക് പ്രയോജനപ്പെടുവാൻ പിന്നെ സഹായിക്കണമേ. വലിയൊരു വികസനത്തിന്റെ പാതയിലേക്ക് വരുവാൻ അന്മയമായി കർത്താവ് സഹായിക്കണമേ. ദാസനെയും കർത്താവെ കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് പകല് ഹല്ലേലൂയ അടിയങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന സമയത്ത് ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമ മഹത്വമായി തീരുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം കർത്താവ്. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. ദൈവമേ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവ്ദാസി സിസ്റ്റർ ജോയ്സ് ജോസ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ജനിച്ച വളർത്തപ്പെട്ടതായ ജീവിത പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ പ്രത്യേക കരുതലുകളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ കർത്താവ് കൃപ ചെയ്തു. പ്രത്യേകിച്ച് സ്നേഹലാളനകൾ ലഭിച്ചു വളരേണ്ടുന്നതായ കാലത്ത് മദ്യപിച്ച് നാട്ടുകാരോടും വീട്ടുകാരോടും വളരെ ഭയാനകമായ നിലയിൽ ജീവിതം നയിച്ച പിതാവിൻ്റെ ഉത്തരവാദിത്തമില്ലാത്തതായ ആ ഒരു ജീവിത സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് നേരിട്ട തിക്ത അനുഭവങ്ങൾ, ഭവനത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ മനസ്സിനെ വല്ലാതെ തളർത്തി എന്ന് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും കരുതുന്ന ഒരു ദൈവം, ഈ ഭൂമിയിൽ നമുക്ക് ഒരു അവസരം തന്ന ജീവിക്കാൻ ആയുസ്സും അവസരങ്ങൾ ഒരുക്കിയ കർത്താവ് ആയുസ്സിനെ എടുക്കാതെ കർത്താവ് സൂക്ഷിച്ചു, പരിപാലിച്ചു. ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ കാണുവാനും കേൾക്കുവാനും, അതുപോലെ കർത്താവ് വിളിച്ചു വേർതിരിച്ചതിന് ശേഷം ദൈവിക ദർശനങ്ങളും വെളിപ്പാടുകളും ദൈവം കാണിച്ച അതത് സമയങ്ങളിൽ കർത്താവ് ബലപ്പെടുത്തി. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം, കുടുംബജീവിതം, ശുശ്രൂഷയുടെ മണ്ഡലങ്ങൾ പല നിലകളിലായി കർത്താവ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സാക്ഷ്യങ്ങൾ, ദൈവം തന്ന അത്ഭുത സൗഖ്യം, പ്രത്യേകിച്ച് കണ്ണിന് 2.5 വർഷത്തോളം കാഴ്ചയില്ലാതെ ഇരുന്ന അനുഭവത്തിൽ നിന്നൊക്കെ കർത്താവ് വിടുവിച്ചു. അനവധി വിഷയങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറഞ്ഞല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അനേകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പ്രസ്താവിപ്പാൻ അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്നതിന് പ്രത്യേക നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.